السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ കഴിഞ്ഞ ദിവസം സൂറത്തുൽ ബഖറയുടെ 258 ആയത്തിന്റെ തഫ്സീറാണ് കഴിഞ്ഞത് അല്ലെ. അപ്പം അതിനകത്ത് നമ്മൾ ഒരു ഉദാഹരണം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്രൂദിന്റെ നമ്രൂദ് ഒരു താവൂത്തിനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ സ്വയം ഒരു താവൂത്ത് ആയതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഹിദായത്ത്, അതായത് ഗൈഡൻസ് കൊടുക്കാതിരിക്കുന്നു അല്ലെ. കാരണം ഇൽമ അവന്റെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ഒരു ഗൈഡൻസ് അവന് കിട്ടാത്തതിന്റെ കാരണം അവൻ ഏതെങ്കിലും അവനൊരു സ്വയം ഒരു താവൂത്തായത് അല്ലെങ്കിൽ താവൂത്തിനെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടു, നമ്മൾ അത്തരത്തിലുള്ള എല്ലാ താവൂത്തുകളെയും വെടിഞ്ഞാൽ മാത്രമേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് 259, 60 രണ്ട് എക്സാമ്പിൾസും കൂടെ കാണാം. ഞാൻ പറയുന്നത് നമുക്കൊരു 3 എക്സാമ്പിളുകളാണ് കാണാനുള്ളത്. ഓക്കെ, അപ്പൊ 259 എന്താന്ന് നോക്കാം. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت؟ قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنح وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. അല്ലെങ്കിൽ ഒരു രാജ്യത്തിലൂടെ നടന്നു പോയ ഒരുവന്റെ മാതിരി കണ്ടില്ലേ? അത് ആ രാജ്യം അതിലെ മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചത്ത് നിർജീവമായി പോയതിന്റെ ശേഷം ഇതിനെ അള്ളാഹു ജീവിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? എന്നിട്ട് അദ്ദേഹത്തെ അള്ളാഹു 100 വർഷം മരിപ്പിച്ചു കിടത്തി. പിന്നെ അദ്ദേഹത്തെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, നീ എത്ര കാലം കഴിഞ്ഞുകൂടി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, അല്ല, പക്ഷെ നീ 100 വർഷം കഴിഞ്ഞുകൂടിയിരിക്കുന്നു. എന്നാൽ നിന്റെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നോക്കൂ, അത് പഴക്കം പിടിച്ച് മാറ്റം വന്നിട്ടില്ല. നിന്റെ കഴുതയിലേക്ക് നോക്കുക, അത് ഇങ്ങനെയുണ്ടെന്ന്. നിന്നെ മനുഷ്യർക്ക് നാം ഒരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയും കൂടിയാകുന്നു അത്. ആ എല്ലുകളിലേക്ക് നോക്കുക, നാം അവയെ എങ്ങനെ ഘടിപ്പിക്കുകയും പിന്നെ അവർക്ക് മാംസം ധരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് കാര്യം വ്യക്തമായി തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് ഞാൻ അനുഭവത്തിലൂടെ അറിയുന്നു. വാക്കർത്ത് നോക്കാം. ഔ അല്ലെങ്കിൽ കല്ലദി ഒരുത്തനെ പോലെ, മർറ അവൻ നടന്നു, അല ഖറിയത്തിൻ ഒരു നാട്ടിലൂടെ. മർറ മീം റോ റോ, ഖറിയ ഓഫ് റോ യ. വഹിയ അതാവട്ടെ, ഖാവിയത്തുൻ വീണ് കിടക്കുന്നത്, ഖ വൗ യ. അല ഉറൂഷിഹ അതിന്റെ മേൽപ്പുരകളോടെ, ഐൻ റോ ഷീൻ ഉറൂഷ്. ഖാല അവൻ പറഞ്ഞു, അന്ന എങ്ങനെ, യുഹ്യി ജീവിപ്പിക്കും, ഹ യ യ. ഹാദിഹി ഇതിനെ, അള്ളാഹു ബഅദ ശേഷം, മൗതിഹ അതിന്റെ മരണത്തിന്റെ, മീം വാവ് ത. ഫഅമാതഹു അപ്പോൾ അവനെ മരിപ്പിച്ചു, സെയിം റൂട്ട്, മീം വാവ് ത. അള്ളാഹു 100 100 ആമിൻ കൊല്ലം, മിഅത്ത് മീം ഹംസയ, ആം ഐൻ വാവ് മീം. സുമ്മ പിന്നീട്, ബഅസഹു അവനെ എഴുന്നേൽപ്പിച്ചു, ബഅസ ബ ഐൻ സ. ഖാല അവൻ ചോദിച്ചു, സോറി ഖാലയുടെ റൂട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാട്ടോ. ഖാല ഖാഫ് വാവ് ലാം. കം എത്ര, ലബിസ്ത ല ബ സ നീ താമസിച്ചു, ലാം ബ സ. ഖാല അവൻ പറഞ്ഞു, ലബിസ്തു ഞാൻ താമസിച്ചു, യൗമൻ ഒരു ദിവസം, യ വാവ് മീം. ഔ അല്ലെങ്കിൽ ബാദ് കുറച്ചു ഭാഗം, യൗമിൻ ഒരു ദിവസത്തിന്റെ, ബ ഐൻ ദോ.
ഖാല അവൻ പറഞ്ഞു ബൽ എന്നാൽ ലബിസ്ത നീ താമസിച്ചു മിഅത ആമിൻ 100 വർഷം. ഓക്കെ, മിഅത 100 ആം കൊല്ലം. ഫൻദുർ എന്നാൽ നീ നോക്ക്, ഇലാ ത്വആമിക് നിന്റെ ഭക്ഷണത്തെ, ത്വഐൻ മീൻ, വശറാബിക് നിന്റെ പാനീയത്തെയും, ഷീൻ റ ബ, ലം യതസന്നഹ് അതിന് പഴക്കം ബാധിച്ചിട്ടില്ല, സീൻ നൂൻ ഹ. വൻദുർ ഇലാ ഹിമാരിക് നീ നിന്റെ കഴുതയെയും നോക്കുക. ഇവിടെ ഹിമാർ ഹ മീം റ. വലിനജഅലക് നാം നിന്നെ ആക്കാനും വേണ്ടി, ജീം ഐൻ ലാം, ആയതൻ ഒരു ദൃഷ്ടാന്തം, ഹംസയായ, ലിന്നാസി മനുഷ്യർക്ക്, വൻദുർ നീ നോക്കുകയും ചെയ്യുക, ഇലൽ ഐദാമി എല്ലുകളെയും, ഐദാം മീം, കൈഫ എങ്ങനെ, നുൻഷിസുഹ നാം അതിനെ ഘടിപ്പിക്കുന്നു, നൂൻ ഷീൻ സൈ, സുമ്മ പിന്നീട്, നക്സൂഹ നാം അതിന് ധരിപ്പിക്കുന്നു, കാഫ് സീൻ വാവ്, ലഹ്മൻ മാംസത്തെ, ലാം ഹാമീം, ഫലമ്മ തബയ്യന അങ്ങനെ വ്യക്തമായപ്പോൾ, ബയാനൂൻ ലഹു അവന്, ഖാല അവൻ പറഞ്ഞു, അഅലമു ഞാൻ അറിയുന്നു, ഐൻ ലാം മീം, അന്നല്ലാഹ അല്ലാഹു എന്ന്, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവനാകുന്നു. ഖാഫ് ദാൽ റ വലിയ ആയത്താണ്, അതുകൊണ്ട് കുറേ മീനിങ്ങും കുറേ റൂട്ടും ഒക്കെ വന്നത്. പക്ഷെ വിശദീകരണം കുറച്ചുകൂടെ സിമ്പിൾ ആണ്, അതൊന്ന് ബേജാറാവുണ്ടാകും. ഔ അല്ലെങ്കിൽ തഫ്സീറ നോക്കുന്നത്, ഔ അല്ലെങ്കിൽ കല്ലദി ഒരുവനെ പോലെ. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു ഉദാഹരണം കൊണ്ടുവരാണ്. ഓക്കെ, ഔ കല്ലദി നീ ചിന്തിച്ചോ, എന്താണ് വേറൊരുവന്റെ കാര്യം. കാരണം മുമ്പത്തെ ആയത്തിൽ എങ്ങനെ തുടങ്ങിയത്, അലം തറ അല്ലെ, നിങ്ങൾ നോക്കിയോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ചിന്തിച്ചോ. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ ആണിത്. അപ്പൊ അല്ലെങ്കിൽ നീ ചിന്തിച്ചോ, കല്ലദി യാതൊരുവന്റെ കാര്യം, യാതൊരുവന്റെ ഉദാഹരണം. ആരാണ് ആ ആളുടെ പ്രത്യേകത എന്താണ്, മറ അവൻ നടന്നു അല്ലെങ്കിൽ അവൻ പാസ് ചെയ്തു, അലാ ഖറിയത്തിൻ ഒരു പട്ടണത്തിലൂടെ അല്ലെ, ഒരു ടൗണിലൂടെ അവൻ പാസ് ചെയ്തു. ഒരു ടൗൺ, അലാ ഖറിയ എന്ന് പറയുന്നത് ഒരു യൂസേജ് ആണ്, ടൗണിന്റെ മേലെ കൂടെ നല്ല അർത്ഥം, ഒരു ടൗണിലൂടെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലൂടെ അവൻ പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ വേറൊരു വ്യക്തിയുടെ കാര്യം ഇവിടെ പറയാണ്, അവൻ ഒരു പട്ടണത്തിലൂടെ പാസ് ചെയ്തു. അപ്പൊ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണ്, വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ അത് അതിന്റെ മേൽക്കൂരയോടുകൂടി മറിഞ്ഞു വീഴ അവസ്ഥയിലാണ് എടുത്തത്. ഓക്കെ, എന്താണ് ഒരു പട്ടണം മേൽക്കൂരയോട് കൂടി മറിഞ്ഞു വീഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഖാവിയ എന്ന് പറഞ്ഞാല് ഹാ വാവ് യ, ഹവാ യഹ്വി എന്നുള്ള അർത്ഥം, ഒരു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു ബിൽഡിംഗ് അത് കംപ്ലീറ്റ്ലി എം ടി ആണ്, അതിനകത്ത് ആരും ഇല്ല, ആൾതാമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി എം ടി ആണ്. അപ്പം കാലിയായിട്ടുള്ള ആരും താമസിക്കാത്ത ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിനെ ആരും റിപ്പയർ ഒന്നും ചെയ്യൂല അല്ലെ, ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ കുറേ കാലം അങ്ങനെ നിന്ന് അതിന്റെ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ അത് നശിച്ചു പോവുക അല്ലെ. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ബിൽഡിങ്ങിന് പൊട്ടലും വിള്ളലും മേൽക്കൂര വീഴലും അങ്ങനെ എല്ലാം കൂടെ നടന്നിട്ട് അത് നശിച്ചു പോവാം. അപ്പം ആ രീതിയിൽ ഒരു എം ടി ആയിട്ടുള്ള ഒരു ബിൽഡിങ് നശിക്കുന്ന ഒരവസ്ഥ. ശരിക്കും ഹവാ യഹ്വി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഒരു ബിൽഡിങ്ങില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടിടത്തിൽ ആരും ഇല്ലാതിരിക്കുക, അതിനെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ആയിട്ട് വിടാന്നുള്ളത്. അപ്പം ഹാവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ട്രക്ചർ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു കെട്ടിടം അത് ഒറ്റപ്പെട്ടിട്ട് അതിനകത്ത് ആരും ആൾതാമസവും ഉപയോഗവും ഇല്ലാതെ നശിച്ചു പോവുക, നശിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് വീണ് പോകുന്നതിനാണ് ഹാവിയ എന്ന് പറയുന്നത്. അപ്പം ഈ ആള് പാസ് ചെയ്ത ആ കംപ്ലീറ്റ് ടൗൺ എന്തായിരുന്നു, ഹാവിയ ആയിരുന്നു. അതിനകത്ത് ആരുമില്ല, ഒന്നുമില്ല, അത് ഉപയോഗശൂന്യമായിട്ട് നശിച്ചിരിക്കുന്നു. അലാ ഉറൂഷിഹ, ഉറൂഷ് എന്ന് പറയുന്നത് അർഷിന്റെ പ്ലൂരലാണ്. അർഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റൂഫ് ടോപ്പ്, മേൽക്കൂര. അപ്പം മേൽക്കൂര വീണ് കിടക്കുക എന്ന് വെച്ചാല്, നമ്മളിപ്പോ മേൽക്കൂര വീഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തൊരു സ്ട്രക്ചർ ആണോ അത് കംപ്ലീറ്റ്ലി വീഴുന്നതിനാണ് അല്ലെ. മേൽക്കൂര വീണ കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് തകർന്നു പോകുമല്ലോ. അപ്പം അങ്ങനെ ഉള്ള ഒരു പട്ടണത്തിലൂടെയാണ് ഇയാൾ പാസ് ചെയ്തത്. അർഷ് എന്ന് പറഞ്ഞ വാക്ക് സിംഹാസനത്തിന് ഉപയോഗിക്കാറുണ്ട്, ത്രോൺ രാജാവിന്റെ ഇരിപ്പിടത്തിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മേൽക്കൂരക്ക് ഉപയോഗിക്കും. പിന്നെ ട്രെല്ലിസ് എന്ന് പറയുന്നത്, അതായത് ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ഈ വള്ളി ചെടികളൊക്കെ വളർത്തുന്ന ഒരു വേലി പോലത്തെ ഇങ്ങനെ മെറ്റലിന്റെ ഇങ്ങനെ ക്രോസും ഇതൊക്കെ ആയിട്ട് അതിന്റെ മേലെ കൂടെ ഇങ്ങനെ പടർന്നു പോണ
ടൈപ്പ് കമ്പി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോ വീടുകളിലൊക്കെ അലങ്കാരത്തിന് വെക്കും കുറെ മെറ്റലിന്റെ വിലങ്ങനെ കുത്തനെയുള്ള വരകളായിട്ടുള്ള ഒരു ചെയിൻ നെറ്റ് പോലെയുള്ള സാധനത്തിന്റെ മുകളിൽ കൂടെ വള്ളി പടർത്താൻ വേണ്ടി. അപ്പൊ ആ രീതിയിലുള്ള ആ ഒരു നെറ്റിന്റെ ഇതിനും ട്രെല്ലിസ് അല്ലെങ്കിൽ അർഷ് എന്ന് പറയും. അപ്പൊ അർഷിന്റെ അർത്ഥം അങ്ങനെ ഇതൊക്കെയാണ്. ഇവിടെ നമുക്ക് അർഷ് എന്ന് പറഞ്ഞ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉറൂഷ് എന്ന് പറഞ്ഞ ഉപയോഗിച്ചിട്ടുള്ളത് മേൽക്കൂരയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വഹിയ ഖാവിയത്തുൻ അല ഉറൂഷിഹ. അപ്പം ആ പട്ടണം ആകെ ആൾതാമസമൊന്നുമില്ലാതെ ഉപയോഗശൂന്യമായിട്ട് കീഴ്മേൽ മറിഞ്ഞ് കിടക്കുകയായിരുന്നു. ഏതാണ് ഈ പട്ടണം? ആരാണ് ആൾക്കാർ? ആരാണ് ഈ പാസ് ചെയ്ത വ്യക്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗസ് ചെയ്യണം. ഗസ് ചെയ്താൽ നമ്മൾ എവിടെയും എത്തൂല അല്ലെ. കാരണം വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവൻ അറിവിൽ നിന്ന് നമുക്കൊന്നും തന്നിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഊഹിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പും ഉണ്ടാവില്ല ആരാണ് ഈ ആൾക്കാര്, അല്ലെങ്കിൽ ആരായിരുന്നു ഇതിലെ പാസ് ചെയ്ത വ്യക്തി, ഏതായിരുന്നു ഈ പട്ടണം. പക്ഷെ ഖുറാനിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഒരു എൻറ്റയർ സിറ്റി, മുഴുവൻ സിറ്റിയും അതിനകത്തുള്ള മുഴുവൻ ആളുകളും നശിച്ചിട്ട്, ഈ അതിലെ വീടുകളൊക്കെ നശിച്ച് ആൾക്കാരൊക്കെ മരിച്ച് ആകെ തല കീഴെ മറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഓക്കെ, പല സ്ഥലങ്ങളിലായിട്ട് മനുഷ്യന്മാര് മരിച്ചു കിടക്കുന്നത് ആ ഒരു പട്ടണത്തിൽ ഉണ്ട്. പണ്ടും ഇതുപോലെ നടക്കാറുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ശത്രുക്കള് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു പട്ടണത്തിൽ ഇങ്ങനെയാ ഉണ്ടാവും അല്ലെ. പലരും പല സ്ഥലങ്ങളിലായിട്ട് മരിച്ചു കിടക്കും. ആ മരിച്ച ബോഡികൾ മയ്യത്തുകൾ എടുക്കാനോ അതിനെ മറവ് ചെയ്യാനോ ഒന്നും ആരും മുന്നോട്ട് വരാതെ ആ മൊത്തം സ്ഥലം അങ്ങനെ നശിച്ചു പോയി, അതങ്ങനെ നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഈ ഒരു വ്യക്തി, ഈ ഒരു മനുഷ്യൻ ഇതിലെ പാസ് ചെയ്തപ്പോ കാല അവൻ പറഞ്ഞു, അന്ന എങ്ങനെയാണ് യുഹി അവൻ ജീവിപ്പിക്കുന്നത് അല്ലെ. അള്ളാഹു എങ്ങനെയാണ് ഇതിനെ ജീവിപ്പിക്കുന്നത്? ഹാദിഹി ഇതിനെ, അള്ളാഹു ബഅദ ശേഷം മൗതിഹ അതിന്റെ മരണത്തിന്. അപ്പം ഈ ഒരു പട്ടണത്തിൽ ഇതുപോലെ കുറെ ആളുകൾ ആകെ കൂടെ മരിച്ച് പട്ടണം മൊത്തം നശിച്ച് നറണക്കല്ലായിട്ട് കിടക്കുകയാണ് അല്ലെ. അപ്പം എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ മരണം കൊടുത്തതിന് ശേഷം അള്ളാഹു ജീവിപ്പിക്കുന്നത്? ആയിരക്കണക്കിന് അല്ലെ, 100 1000 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് അള്ളാഹു ഇവരെയൊക്കെ ജീവിപ്പിക്കാൻ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, അയാൾ ഒരുപാട് ഒരുപക്ഷെ ഡെഡ് ബോഡീസ് അവിടെ കാണുന്നുണ്ടാവും അയാൾ അതുവഴി പാസ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ ചിന്തിക്കായിരിക്കും, ഇതിപ്പോ എങ്ങനെയായി ഉയർത്തെഴുന്നേൽപ്പ് ഇവരെ കാര്യത്തിലൊക്കെ നടക്കുന്നത്? ഇത് 1 2 ഒന്നും അല്ല അല്ലെ, 50 100 അല്ല, കുറേ ആളുകൾ. സുബ്ഹാനല്ലാഹ്, എങ്ങനെയപ്പോ ഇവരെയൊക്കെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പറ്റുക അല്ലെ? സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒരു പക്ഷേ പല കാര്യങ്ങളും എങ്ങനെയായിരിക്കും, ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തകളൊക്കെ വരാറുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മളെ മക്കളെ എസ്പെഷ്യലി നമ്മളിത് മിക്കവാറും ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ള കാര്യമാണ്. ഇപ്പൊ മക്കൾ അത് ചോദിച്ചു, ഇത് ചോദിച്ചു, അതെങ്ങനെയാ ഇതെങ്ങനെയാ എന്നൊക്കെ അല്ലെ. എങ്ങനെയാണ് യൗമുൽ ഖിയാമ ഉണ്ടാവുക, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എഴുതി വെക്കപ്പെടുന്നത്, അങ്ങനെ ഇപ്പൊ എല്ലാം ഒക്കെ എഴുതാൻ പറ്റും. ചിലർ പരിഹാസ രൂപേണയും ക്രോസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. എങ്ങനെയാണ് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ ശൈത്താൻ തന്നെ നമ്മളുടെ മനസ്സിൽ വസ്വസായിട്ട് ഇട്ട് തരും, അത് ശരിയാണെങ്കിലോ, ഇത് ശരിയല്ലെങ്കിലോ, അത് അങ്ങനെയാണെങ്കിലോ അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം തന്നെയാണോ ശരിയായ റിലീജൻ? അവര് പറയുന്നതിലും കാര്യമുണ്ടല്ലോ അല്ലെ. അല്ലെങ്കിൽ യൗമുൽ ഖിയാമ വന്നില്ലെങ്കിലോ, അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലോ, വെറുതെ നമ്മളെന്തിനാ കഷ്ടപ്പെടുന്നത്? എന്താണ് ഖബറിലെ ചോദ്യം ഇല്ലെങ്കിലോ, അത് വെറുതെ പറയുന്നതാണെങ്കിലോ? സുബ്ഹാനല്ലാഹ്, അത് ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചില വീക്ക് മൊമെന്റ്സിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് അടുപ്പമില്ലാത്ത സാഹചര്യങ്ങളിൽ ഒക്കെ ചിലപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഷെയ്ത്താൻ ഇതുപോലെയുള്ള വസ്വസുകൾ ഹൃദയങ്ങളിൽ ഇട്ട് തരും അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അതെങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാനുള്ള ഒരു വ്യക്തി ആ ഒരു സംശയത്തിന്റെ മൊമെന്റിൽ അല്ലെ, അങ്ങനെ ആയിരിക്കോ എങ്ങനെയായിരിക്കോ എന്നൊക്കെ ചിന്തിക്കുന്ന ആ മൊമെന്റിൽ തന്നെ അവൻ എന്ത് ചെയ്യും? അള്ളാഹുലേക്ക് ടേൺ ചെയ്യും. അള്ളാഹ്, നീ എനിക്ക് സത്യം കാണിച്ചതാ അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് സംശയമാണെന്ന് വിചാരിച്ചിട്ട് എന്നാ പിന്നെ ഇതൊക്കെ തെറ്റായിരിക്കും എന്ന് വിചാരിച്ച് പോവല്ല ചെയ്യുക. അവൻ എന്ത് ചെയ്യും? റബ്ബേ, നീ കാണിച്ചത് അല്ലെ, നീ എന്നെ സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നീ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നീ എന്നെ ഈ സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക.
ഈ സംശയം എന്റെ ഹൃദയത്തിൽ നിന്ന് റിമൂവ് ചെയ്യും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലെ, ശൈത്താൻ ഇട്ട് തന്ന വസ്വസാണ്. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അല്ലെ, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം എന്റെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം. ആമൻതു ബില്ലാഹി വറസൂലിഹി. അല്ലെ, ഞാൻ റബ്ബിലും റസൂലിലും, അല്ലെ, എന്റെ റബ്ബിലും റസൂലിലും ഞാൻ വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം വേഗം റബ്ബിലേക്ക് തിരിയും. അപ്പം സ്വാഭാവികമായും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ സംശയങ്ങൾ, നമ്മളെ സത്യം സ്വീകരിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും അള്ളാഹു ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചില സമയത്ത് നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേഗം റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിന്റെ അടുത്ത് ഹിദായത്തിന് വേണ്ടി ചോദിക്കുക, റബ്ബിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. അതേപോലെ ഈ ഒരു വ്യക്തിയും അദ്ദേഹം വിശ്വാസിയായിരുന്നു. ഈ വ്യക്തിക്കും ഇതേപോലെ ഒരു സംശയം വന്നു, ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈമാനിനെ സംരക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുലേക്കാണ് മടങ്ങുന്നത്, ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും തരും, നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ അതന്നെയാ പഠിച്ചത്, അല്ലെ? ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് അവര് എന്താണ് ഉറപ്പുള്ള കയറിലാണ് പിടിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിടുത്തത്തിന്റെ കാര്യം, അല്ലെ? ഉറവത്ത് എങ്ങനെയുള്ള ഉറവാണ്? ഉസ്ഫ ആയിട്ടുള്ള ഉറവാണ്. അതായത് ഒരു ക്രാക്ക് പോലും വരാത്ത ഉറവയിലാണ് അങ്ങനെയുള്ള ആളുകൾ പിടിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ആണ് അവരെ സംരക്ഷിക്കുക, അള്ളാഹു ആണ് അവരുടെ ഈമാനിനെ സംരക്ഷിക്കുക. അപ്പൊ അള്ളാഹുലേക്ക് മടങ്ങുക, അള്ളാഹു അവന്റെ ഹൃദയത്തിന് ഹിദായത്ത് കൊടുക്കും. അപ്പം ഈ വ്യക്തിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല സേവ് ചെയ്തു. എങ്ങനെ? അള്ളാഹു അവന് മരണം കൊടുത്തു, അവനെ മരിപ്പിച്ചു, അല്ലെ? അമാത്ത യുമീതുവിന്റെ സെയിം റൂട്ട്, മീം വാവ് ത മൗത്ത്. അള്ളാഹു ആ വ്യക്തിക്ക് മരണം കൊടുത്തു. എത്ര കാലം? 100 വർഷം. ആം ഐൻ വാവ് മീം. ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആം എന്ന് പറയുന്ന വാക്കിന്റെ ശരിക്കും ലിറ്ററൽ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ വാക്കാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിം ചെയ്യുക, നീന്തുക എന്നാണ്. ആം എന്ന് പറഞ്ഞ വാക്ക് വർഷം, ഒരു കൊല്ലം എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. കാരണം നമ്മള് സ്വിം ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ എന്താ ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ലാപ്സ് ആണ്. ഒരു പ്രാവശ്യം ആറ്റം മുതൽ ഈ അറ്റം വരെ ഒരു ലാപ്പ്, ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഒരു ലാപ്പ്, അല്ലെ? അപ്പൊ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ എത്തുക. അതേപോലെ ഒരു വർഷം തികയാൻ വേണ്ടിയിട്ട് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആകാശത്തിലുള്ള പലതരത്തിലുള്ള ബോഡികൾ, അല്ലെ, അവരവരുടെ ഓർബിറ്റുകളിൽ കറങ്ങി കറങ്ങി തിരിച്ച് അതിന്റെ പൊസിഷനിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യാനുള്ള. അപ്പം അതാണ് ആം എന്ന് പറയുന്നത്, ഒരു വർഷം എന്ന് പറയുന്നുണ്ട്. സ്വിമ്മിങ്ങും അത് നീന്തലും ആമും ആമും തമ്മിലുള്ള കണക്ഷൻ സെയിം റൂട്ടിൽ നിന്ന് വരുന്നു. അപ്പൊ അള്ളാഹു അവനെ എന്താണ് 100 വർഷം മരിപ്പിച്ചു. പിന്നീട് ബഅസഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന് വീണ്ടും ജീവൻ കൊടുത്തു 100 വർഷത്തിന് ശേഷം. എന്നിട്ട് അള്ളാഹു അവൻ്റെ അടുത്ത് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, കം ലബിസ്ത, നീ എത്ര കാലം അങ്ങനെ താമസിച്ചു, അങ്ങനെ സ്റ്റേ ചെയ്തു? ലബിസ ലാം ബ സ, അങ്ങനെ റിമെയിൻ ചെയ്യുക, അതേപോലെ നിലനിൽക്കുക. അപ്പൊ നീ എത്ര കാലമായി ഈ ഒരു അവസ്ഥയിൽ, എത്ര കാലമായി നീ ഉറങ്ങുന്നു? അവൻ പറഞ്ഞു, ലബിസ്തു യൗമൻ, ഞാന് താമസിച്ച ഒരു ദിവസം. യൗമൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ താമസിച്ചു. ഔ ബഅദ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം. കാരണം മരണം എന്ന് പറയുന്നത് ഉറക്കം പോലെയാണ്, അല്ലെ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മരണത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ബർസഖി ആയിട്ടുള്ള ലോകം എന്ന് പറയുന്നത് ഇഹ്ലോകത്തെ പോലെയല്ല. അവിടെ ടൈമിന് എന്താണ്, അത് റൂഹകളുടെ ലോകത്ത് ടൈമില്ല, ടൈമിന്റെ ഒരു അളവ് ഇല്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ ഉറങ്ങിയില്ലേ, പകലൊക്കെ ഉറങ്ങിപ്പോയാൽ കുറച്ചു നേരം ഉറങ്ങി എണീറ്റാലും പക്ഷെ നേരം വെളുത്തോയല്ലോ, നമ്മൾ എന്താണ് സ്കരിച്ചില്ലല്ലോ, പല്ലേച്ചില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 3:30 കിടന്ന് 4 മണിക്ക് എഴുന്നേറ്റതായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് സമയത്തിന്റെ കണക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ കിട്ടൂല, അല്ലെ? ചില സമയത്ത് കുറച്ച് ഉറങ്ങിയാൽ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തോന്നും. നമ്മളേക്ക് കുറേ നേരം ഉറങ്ങിയോ, അതേപോലെ തിരിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലെ? അപ്പം ഉറക്കത്തിന്റെ കാര്യത്തില് സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം അറിയാത്തത് പോലെ തന്നെയാണ് മരണം. അപ്പം ഈ ഒരു വ്യക്തി മരിച്ചു. ഓക്കെ, ഇത് ഒരു എന്താ പറയാ, ഈമാനുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഈ സംസാരിക്കുന്ന നമ്മൾ ആരെക്കുറിച്ചാണോ, ഈ ഉദാഹരണം ആരെക്കുറിച്ചാണോ പറയുന്നത്, അത് സച്ചേതനായ ഒരു സാലിഹായ ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ ഖബറുകളിൽ, അല്ലെ, നമ്മളെ ചോദ്യം കഴിഞ്ഞു, അതിനകത്ത് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ ഉറങ്ങിക്കോളാൻ പറയൂലേ, സുഖമായിട്ട് ഉറങ്ങിക്കോ.
തിരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് വിളിക്കുമ്പോൾ അത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇന്നലെ കിടന്നുറങ്ങിയത് പോലെയായിരിക്കും നമ്മൾ എഴുന്നേറ്റ് പോണത്. അപ്പം അതേപോലെ ഇവിടെ ഈ വ്യക്തി സച്ചരിതനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു 100 വർഷത്തേക്ക്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വീണ്ടും ജീവൻ കൊടുത്തു. അപ്പം അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസം അല്ലെ, ഒരു ദിവസത്തിൽ കുറച്ച് അത്രയും ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അള്ളാഹു പറയും ബൽ, എന്നാൽ ലബിസ്ത, നീ താമസിച്ചു അല്ലെങ്കിൽ നീ ഇവിടെ ഈ അവസ്ഥയിൽ നിലനിന്നു എത്ര 100 വർഷം. സുബ്ഹാനല്ലാഹ്, ഈ 100 വർഷം ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ഫൻദുർ, എന്നാൽ നീ നോക്ക് അല്ലെ. അപ്പൊ നീ നോക്ക് ഇലാ ത്വഅമിക്, നിന്റെ ഭക്ഷണം, ത്വഅം നിന്റെ ഭക്ഷണം നീ നോക്ക്. അയാളുടെ കൂടെ ചിലപ്പം അയാള് നടക്കുന്ന സമയത്ത് അയാൾ ആ പട്ടണത്തിൽ കൂടെ പാസ് ചെയ്യായിരുന്നല്ലോ അല്ലെ. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു പക്ഷെ ഭക്ഷണം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അയാൾ അവിടെ തന്നെ മരിച്ചു വീണപ്പം അയാൾ ആ ഭക്ഷണത്തിലേക്ക് നോക്കാൻ അള്ളാഹു പറയണം. എന്ത് ഭക്ഷണം നമുക്കറിയില്ല അല്ലെ, അറിഞ്ഞിട്ട് കാര്യമില്ല. എത്ര കൊല്ലം മുമ്പുള്ള കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം ഡിസ്കസ് ചെയ്യുമ്പോൾ പലതും വരും. അത് ഏത് ഫുഡാണ്, അത് ആ ഫുഡാണോ ഈ ഫുഡാണോ, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഫന്ദുർ ഇല താഴമേക്ക്, നീ നിന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുക. ഷറാബിക്, നിന്റെ കുടിക്കുന്ന വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ പാനീയത്തിലേക്കും നീ നോക്ക്. ലം യതസന്നഹ്, അതെന്താണ്, പഴകിയിട്ടില്ല അല്ലെ. അത് ഇത്രയും 100 വർഷമായിട്ട് നീ മരിച്ചു കിടക്കാണ്, പക്ഷെ എത്രയും വർഷമായിട്ട് അത് ജീർണിച്ചിട്ടില്ല, പഴകിയിട്ടില്ല. യതസന്ന സീൻ നൂൻ ഹ, സനിഹ യസ്നഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു വസ്തുവിന്റെ കളർ ചേഞ്ച് ചെയ്യുക, ടേസ്റ്റ് ചേഞ്ച് ചെയ്യുക, സ്മെല്ല് ചേഞ്ച് ചെയ്യാം. എന്തുകൊണ്ട്? അത് കാലപ്പഴക്കം കൊണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫ്രിഡ്ജിൽ വെക്കുക, കുറേ കാലം വെച്ച് നമുക്കത് മറന്നുപോയി അല്ലെ. കുറെ നാൾ കഴിഞ്ഞ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊക്കെ പലതും പുറത്ത് വരാറുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ചിലപ്പോൾ ഒരു പുതിയ ലെയർ ഒക്കെ വന്നിട്ടുണ്ടാവും, വെള്ള കളറിലോ കറുത്ത കളറിലോ ഒക്കെ അല്ലെ. അതിന്റെ കളറ് മാറി, അതിന്റെ സ്മെല്ല് മാറി, ടേസ്റ്റ് മാറി, ഈവൻ അതിന്റെ കോലം വരെ ചിലപ്പം മാറിപ്പോകാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള കാലപ്പഴക്കം കൊണ്ട് വരുന്ന കളറിന്റെയും ടേസ്റ്റിന്റെയും സ്മെല്ലിന്റെയും ഒക്കെ മാറ്റത്തിനാണ് സനിഹ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു പോവാം. ഓക്കെ, അപ്പൊ നീ നിന്റെ ഭക്ഷണവും വെള്ളവും ഒന്ന് നോക്ക്, പാനീയം ഒന്ന് നോക്ക്, അതിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരു മാറ്റം വന്നിട്ടില്ല. 100 കൊല്ലം കഴിഞ്ഞിട്ടും അത് അതേപോലെ തന്നെയുണ്ട്. പക്ഷേ വന്ദുർ ഇല ഹിമാരിക്, നീ നിന്റെ കഴുതയിലേക്ക് ഒന്ന് നോക്ക്. അയാളുടെ കൂടെ അല്ലെ, സ്വാഭാവികമായാലും അയാൾ അതുവഴി പാസ് ചെയ്യായിരുന്നു. അയാളുടെ കയ്യിൽ ഭക്ഷണമുണ്ട്, അയാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഴുതയും എന്തെങ്കിലും ഒരു മൃഗവും ഉണ്ടാവും അന്നത്തെ കാലത്ത്. അപ്പം നീ നിന്റെ കഴുതയിലേക്ക് ഒന്ന് നോക്ക്, അത് മരിച്ചു കിടക്കാണ് അല്ലെ. മാത്രമല്ല അതിന്റെ എല്ലുകളൊക്കെ എന്താ, ആകെ ഉണങ്ങി അല്ലെ. ശരീരത്തിൽ നിന്ന് എല്ലൊക്കെ വേർപെട്ട് എല്ലുകളൊക്കെ ഉണങ്ങി പൊടിഞ്ഞ് പല രീതിയിലായിട്ട് കിടക്കണം. അതിന് ഇറച്ചിയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇറച്ചി മാംസം ഇല്ല അതിന്റെ മേലെ നാടി ഞരമ്പുകളൊന്നുമില്ല, സ്കിന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ നീയോ മരിച്ചത് എങ്ങനെയാണോ അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? വലിന ജഅലക്, നിന്നെ ആക്കാൻ വേണ്ടി ആയതൻ ലിന്നാസ്, മനുഷ്യന്മാർക്ക് ഒരു അടയാളം. സുബ്ഹാനല്ലാഹ്. എന്തിനുള്ള അടയാളമാണ്? അള്ളാഹ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പവർ ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു തെളിവ് കാണിച്ചു കൊടുക്കണം. വന്ദുർ, എന്നാല് നീ വീണ്ടും നോക്കാം. അള്ളാഹ് പിന്നെയും അയാളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എങ്ങോട്ടാ നോക്കാൻ പറയുന്നത്? നിന്റെ ഈ ഒരു കഴുതയിലേക്ക് അല്ലെ. കഴുത 100 വർഷം കഴിഞ്ഞ് അതിന്റെ എല്ലൊക്കെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് സ്കിന്നും ഇല്ല, നാഡീ ഞരമ്പും ഒന്നും ഇല്ലാണ്ട് എല്ലൊക്കെ പൊടിഞ്ഞ് കിടക്കുകയാണ്. എന്നാൽ അത് കൂടെ ആ 100 കൊല്ലത്തിന്റെ പഴക്കം അതിന്റെ ഡെഡ് ബോഡീനെ ബാധിച്ചു. പക്ഷെ ഇപ്പൊ നീ അതിന്റെ എല്ലുകളിലേക്കൊക്കെ അതിലേക്കൊന്ന് നോക്ക്. എന്താ പറയുന്നത്? ഇലൽ ആയുധം, അതിന്റെ എല്ലുകളിലേക്ക്. കൈഫനുൻ ഷിസൂഹ, എങ്ങനെയാണ് നാം അതിനെ ഉയർത്തുന്നത്. അപ്പൊ നീ ഈ ചത്തുപോയ വെറും എല്ലുകൾ മാത്രമായിട്ടുള്ള കഴുതയിലേക്ക് ഒന്ന് ഇപ്പോഴൊന്നും നീ നോക്ക്. അതിന്റെ എല്ലുകളെ ഞാൻ എന്താക്കാണ്, റേസ് ചെയ്യാണ്. നൂൻ ഷിസൂഹ, നൂൻ ഷീൻ സൈ നഷ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്നിനെ ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൊക്കുക, എലിവേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. നുൻഷിസു ഇൻഷിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അതിപ്പോ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചൊന്ന് പൊക്കുന്നതിന്. അപ്പൊ അള്ളാഹ് പറയണ നീ നോക്ക്, അള്ളാഹ് സുബ്ഹാനഹു വ തആല പറയണ നീ നോക്ക്, ഈ എല്ലുകളെ ഞാൻ എങ്ങനെയാണ് ഉയർത്തിയിരിക്കുന്നത്.
അയാളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ ചില വീഡിയോസിലൊക്കെ കാണാം അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലും ഉയർന്നു ആകാശത്തിലേക്ക് പൊങ്ങുന്നതൊക്കെ, അതേപോലെ ഈ വിതേർഡായ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ പൊടിഞ്ഞു പോയ എല്ലുകളെ ഞാൻ ലിഫ്റ്റ് ചെയ്ത് അതിന് തിരിച്ച് ജീവൻ കൊണ്ടുവരുന്നത് നീ ഒന്ന് കണ്ടു നോക്ക്. നെക്സൂഹ, പിന്നീട് ഞാൻ അതിനെ ധരിപ്പിക്കുന്നു, ക്ലോത്ത് ചെയ്യുന്നു, വസ്ത്രം ധരിപ്പിക്കുക. നെക്സു കാഫ് സീൻ വാവ്, കിസ്വ കേട്ടിട്ടുണ്ടാവും അല്ലെ. കിസ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വസ്ത്രം. അപ്പൊ നെക്സൂഹ, പിന്നീട് ഞാൻ അതിനെ ധരിപ്പിക്കുകയാണ്, വസ്ത്രം ധരിപ്പിക്കുകയാണ്. എങ്ങനെ? ലഹ്മൻ, ഫ്ലഷ് കൊണ്ട്, ഇറച്ചി കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് 100 വർഷം കൊണ്ട് ചത്തു കിടന്ന നിന്റെ ഈ കഴുത വെറും എല്ലും ദ്രവിച്ച് എല്ല് മാത്രമായി മാറിയ ഇതിനെ ഞാൻ തിരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് 100 വർഷത്തിന് ശേഷം. എന്നിട്ട് അതിന്റെ എല്ലിനെ പൊക്കി അതിനെ വീണ്ടും പഴയ അവസ്ഥയിലാക്കി അതിന് ഫ്ലഷ് കൊണ്ട്, അതായത് മാംസം കൊണ്ട് അതിനെ വസ്ത്രം ധരിപ്പിക്കണം. അതായത് തിരിച്ച് അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാണ് അല്ലെ. കാരണം ഈ ഡോങ്കി, ഈ കഴുത മരിച്ചതായിരുന്നു. അതിന്റെ ബോഡി എന്ന് പറയുന്നത് ഫുൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതാ ഞാൻ അതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ എല്ലുകളൊക്കെ ഉയർത്തി അതിന് മാംസമൊക്കെ കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 3 കാര്യങ്ങളാണ് കാണിച്ചു കൊടുത്തത് അല്ലെ. ഒന്ന് ആ വ്യക്തിന്റെ സ്വന്തം ബോഡി, 2 ഭക്ഷണം, 3 കഴുത. ഓക്കെ, അയാള് സ്വന്തം ബോഡി അയാള് എക്സാക്ട്ലി അതേപോലെ ഉണ്ടായിരുന്നു. 100 വർഷത്തിന് ശേഷം അതേപോലെ തിരിച്ചു വന്നു. ഭക്ഷണവും അതേപോലെ 100 വർഷം കഴിഞ്ഞിട്ടും ഒരു പ്രശ്നവും സംഭവിക്കാത്ത രീതിയിൽ ഭക്ഷണം. പക്ഷെ ആ കഴുതയോ അത് ചത്ത് ആകെ കൂടെ ഡീക്കേ ചെയ്ത് നശിച്ചു പോയിട്ടുണ്ട്. അതിന്റെ എല്ലുകളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. 100 വർഷത്തിന് ശേഷം അയാൾക്ക് ജീവൻ കൊടുത്തപ്പം അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് അയാളുടെ മുന്നിൽ വെച്ചിട്ട് ഈ കഴുതയ്ക്കും ജീവൻ കൊടുക്കുകയാണ്. അപ്പം അത് കണ്ടതിന് ശേഷം അള്ളാഹു അയാളുടെ അടുത്ത് പറയും, ഫലമ്മ തബയ്യന ലഹു, അങ്ങനെ അത് അവന് ക്ലിയർ ആയപ്പോ. തബയ്യന, ബയ്യന ഒക്കെ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ള വാക്കാണ്, ബയനൂൻ. അപ്പം അവന് അത് വ്യക്തമായി. ഓക്കെ, എന്താ വ്യക്തമായത്? അള്ളാഹ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. അതായിരുന്നല്ലോ അയാളുടെ സംശയം, എങ്ങനെയാണ് അള്ളാഹു ജീവൻ കൊടുക്കുന്നത് എന്ന്. അപ്പൊ അയാൾക്ക് അത് വ്യക്തമായി, അതിനകത്ത് ഒരു സംശയമില്ല. ഭക്ഷണം അതേപോലെ ഉണ്ട് അല്ലെ. മരിച്ചുപോയ അല്ലെങ്കിൽ നശിച്ചുപോയ, ദ്രവിച്ചുപോയ, എല്ലായി പോയ കഴുതനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് പഴയതുപോലെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരെന്താ ചിന്തിക്കുക? നമ്മൾ മരിച്ച് മണ്ണായി ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എല്ലുകളൊക്കെ പൊടിഞ്ഞ് ദ്രവിച്ച് മണ്ണിനോട് ചേരും. ആ മണ്ണിൽ ചെടികൾ വളരും. ആ ചെടികൾ വളരും. അവിടുന്ന് മണ്ണ് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. മണ്ണ് തന്നെ ചേഞ്ച് ആവും. സുബ്ഹാനല്ലാഹ്. മരിച്ച ബോഡികളൊക്കെ നശിച്ചു പോകും അല്ലെ. ശരിക്കും ഖബറുകളൊക്കെ തന്നെയും പിന്നെയും റീയൂസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ വേറെ ബോഡികൾ ഉണ്ടാവാൻ തുടങ്ങും. ഒന്നും ബാക്കിയില്ലാത്ത അല്ലെ. ആദ്യത്തെ കുറച്ച് സമയത്ത് ചിലപ്പം കുറച്ച് എല്ലും ഈവൻ പുഴുക്കളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതും കഴിഞ്ഞ് അതും പൊടിഞ്ഞ് അതും ദ്രവിച്ച് അവിടെ ഒന്നും ബാക്കിയില്ലാത്ത പോലത്തെ അവസ്ഥയിലെത്തുമ്പം അള്ളാഹു എങ്ങനെയാണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നത്? സുബ്ഹാനല്ലാഹ്. ഇവിടെ 100 വർഷത്തിന് ശേഷവും അള്ളാഹ് തീരുമാനിക്കുകയാണ് അവയാളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണത്തിന് ഒന്നും സംഭവിക്കരുത്. അത് അതേപോലെ തന്നെ നിലനിന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് അതിനെ അതേപോലെ നിലനിർത്തണമെങ്കിലും പറ്റും. എന്നാൽ ഇപ്പം ഈ കഴുതയുടെ കാര്യത്തിൽ കണ്ടതുപോലെ ഫുൾ നശിച്ച് ദ്രവിച്ചില്ലാതായി തീർന്ന അതിന് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിച്ചാല് അതും പറ്റും. സുബ്ഹാനല്ലാഹ്. എന്ത് അവസ്ഥയിലാണെങ്കിലും അള്ളാഹ്ക്ക് പറ്റും. ഫലമ്മാ തബയ്യന ലഹു, അത് അവന് ക്ലിയർ ആയി കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, അഅ്ലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എനിക്കറിയാം, നിശ്ചയമായി ഇപ്പൊ എനിക്കറിയാം എന്ത്, അള്ളാഹ്ക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട്. അവന് എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അവന് ചെയ്യാൻ പറ്റും. അവന് യാതൊരു പ്രയാസവും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവാചകനാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു പട്ടണം, ഓക്കെ, അയാൾ പാസ് ചെയ്ത പട്ടണം എന്ന് പറയുന്നത് ഒരു പുരാതനമായ ഒരു രാജാവ്, ബുഖ്നസർ എന്ന് പറഞ്ഞ ഒരു രാജാവ്, അയാള് അറ്റാക്ക് ചെയ്ത് നശിച്ച ഒരു പട്ടണമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അയാൾ അറ്റാക്ക് ചെയ്തപ്പോൾ ആ പട്ടണത്തിനെ കംപ്ലീറ്റ് നശിപ്പിച്ച് ആൾക്കാരെയൊക്കെ കൊന്ന് അവിടെ ഇട്ടിട്ട് അയാൾ അടുത്ത പട്ടണത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി. അതുകൊണ്ട് ആ പട്ടണം ആകെ കൂടെ അൺഅറ്റൻഡഡ് ആയിട്ട് ഒന്നും ചെയ്യാതെ നശിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്.
മാത്രമല്ല ഈ ഒരു പ്രവാചകൻ വന്നത് അവിടുത്തെ ആൾക്കാരെ കാണാൻ വേണ്ടിയാണെന്നും ആ ആൾക്കാരെ ബനു ഇസ്രായേലിൽ പെട്ടവരാണെന്നും എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രവാചകൻ വന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ഒരു അവസ്ഥ എല്ലാം നശിച്ചുപോയ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം അള്ളാഹ് എങ്ങനെയാണ് ഇതിനൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ആ ഒരു അത്ഭുതമാണ് അയാൾ അവിടെ പ്രകടിപ്പിച്ചത്. അള്ളാഹു ആലം. ഓക്കെ, ഇതൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ആണ് ഈ ഒരു വ്യക്തിയുടെ കാര്യം. എന്ന് ആലോചിച്ച് നോക്ക്, ഇയാൾ ഈ വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പ്രവാചകനാണെന്ന് പറയപ്പെടുന്നു. ഇനി പ്രവാചകൻ അല്ലെങ്കിൽ പോലും ഒരു വിശ്വാസിയാണെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഒരു സച്ചരിതനായ സാലിഹായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അയാളുടെ മനസ്സിൽ ഒരു നിമിഷത്തേക്ക് അല്ലെ അതുവഴി പാസ് ചെയ്യുമ്പം ഒരു ചോദ്യം വന്നതാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലെ പല ചോദ്യങ്ങളും ഓരോ നിമിഷത്തേക്കെങ്കിലും മിന്നി മായാറുണ്ട്. അല്ലെ, ഇത് ഇങ്ങനെ സംഭവിക്കും, ഇത്രയും നശിച്ച ഒരു അവസ്ഥ അള്ളാഹു എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? പക്ഷേ അയാളുടെ ഈമാൻ കൊണ്ട്, അയാളുടെ സാലിഹായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ രക്ഷിച്ചു. അയാളുടെ ഈമാനിനെ അള്ളാഹു രക്ഷിച്ചു. അള്ളാഹു അയാൾക്ക് തെളിവുകൾ കാണിച്ചു കൊടുത്തു, എനിക്ക് മരിച്ചതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു. നമ്രൂദിന്റെ കാര്യവും, നമ്രൂദിനും അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം കാണിച്ചു കൊടുത്തു അല്ലെ, സത്യം തെളിയിച്ചു കൊടുത്തു. അയാൾ ആക്സെപ്റ്റ് ചെയ്തു? ഇല്ല. പക്ഷെ ഈ വ്യക്തിക്ക് സത്യം കാണിച്ചു കൊടുത്തപ്പം ആക്സെപ്റ്റ് ചെയ്തു അല്ലെ. എന്താ ഡിഫറൻസ്? നമ്രൂദ് ഒരു വിശ്വാസിയായിരുന്നില്ല, പക്ഷെ ഈ വ്യക്തി ഒരു വിശ്വാസിയാണ്. അപ്പൊ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യാസം. വിശ്വസിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല സേവ് ചെയ്യും, വിശ്വസിക്കാത്തവരെ അവർ സ്വന്തം വഴിക്ക് അങ്ങോട്ട് വിടും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുലേക്ക് ടേൺ ചെയ്തവരെ അള്ളാഹു സുബ്ഹാനഹു വതആല കൈവിടൂല. അള്ളാഹ് നിനക്കേ പറ്റുള്ളൂ, അല്ല നീ കാണിച്ചല്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യേ എന്ന് പറഞ്ഞ റബ്ബിലേക്ക് വീണ്ടും 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 മടങ്ങുന്നവരെ അള്ളാഹു കൈയൊഴിയില്ല. എന്നാല് അള്ളാഹുലേക്ക് മടങ്ങാൻ മടി കാണിക്കുന്നവരെ, എന്ത് ചെയ്താലും മടങ്ങാത്തവരെ അള്ളാഹു അവരെ വഴിക്ക് വിടും. അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ പ്രയാസമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. കാരണം അള്ളാഹിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് എളുപ്പം അവർക്കുള്ളതിലെ. ഇനി ഇവിടെ നമ്രൂദിന് കാണിച്ചു കൊടുത്ത തെളിവ് ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുത്ത തെളിവിന്റെ അത്രയും പവർഫുൾ അല്ല എന്നൊരു പക്ഷേ വാദിച്ചേക്കാം അല്ലെ. കാരണം ഈ വ്യക്തി സുബ്ഹാനല്ലാഹ് അയാൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. 100 വർഷം മരിച്ചു കിടന്ന് എന്നിട്ട് എണീറ്റ് അയാൾക്കൊന്നും സംഭവിച്ചില്ല. അയാളുടെ കഴുത ആകെ കൂടെ എന്താണ് ചത്ത് ഇതൊക്കെ ദ്രവിച്ചൊക്കെ പോയി. എന്നിട്ട് അയാളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കഴുതക്ക് തിരിച്ച് ജീവൻ കൊടുത്തു. സുബ്ഹാനല്ലാഹ് അല്ലെ. കൂടുതൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു തെളിവ്, കുറച്ചും കൂടെ എവിഡന്റ് ആയിട്ടുള്ള ഒരു തെളിവാണ് കൊടുത്തത്. പക്ഷെ നമ്രൂദിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഈ സൂര്യനെ പടിഞ്ഞാറ് നിന്നല്ലാതെ കിഴക്ക് നിന്ന് കൊണ്ടുവരാൻ, കിഴക്ക് നിന്നല്ലാതെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കും, അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അങ്ങനെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള പ്രൂഫ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഒരു പക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ ഇവിടെ ഒരു വിശ്വാസിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള തെളിവ് കാണിച്ചു കൊടുത്തത്. അയാളുടെ കാരണം സുബ്ഹാനല്ലാഹ്, അയാളുടെ ഈമാൻ കാരണം അള്ളാഹു കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള തെളിവുകൾ കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെയും ഒരുപക്ഷെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും അല്ലെ. പണ്ടൊക്കെ ഒരുപക്ഷെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കൊന്നും പലപ്പോഴും ഉത്തരങ്ങൾ കിട്ടാതെ പോവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും റബ്ബ് അതിനെ കൂടുതൽ നമ്മളെ സ്ട്രോങ് ആക്കി യഖീൻ തരുന്ന, ഈമാൻ തരുന്ന രീതിയിലുള്ള തെളിവുകൾ ജീവിതം കൊണ്ടും അറിവ് കൊണ്ടും അല്ലെ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഈ വ്യക്തിയുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയായിരുന്നു അവന് കാണിച്ചു കൊടുത്ത അവനത് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്രൂദോ അള്ളാഹ് ഇനി എന്തെന്നെ അതിനേക്കാളും വലുത് എന്ത് കാണിച്ചു കൊടുത്താലും അവൻ ആക്സെപ്റ്റ് ചെയ്യൂല എന്ന് റബ്ബിന് അറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ വിശ്വസിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല സേവ് ചെയ്യും, അള്ളാഹു അവനെ ഗൈഡ് ചെയ്യും. വിശ്വസിക്കാത്തവരെ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടാത്തവരെ മാത്രമല്ല അവര് സത്യം അല്ലെങ്കിൽ ഹക്കിനെ ആത്മാർത്ഥമായിട്ടല്ല സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്ത് സത്യം കാണിച്ചു കൊടുത്താലും അല്ലെ, നമ്മൾ എത്ര തെളിവുകൾ നിരത്തി കഴിഞ്ഞാലും അവരതിൽ കൺവിൻസ്ഡ് ആവില്ല. പലരും പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും. അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്, അത് അവരുടെ ചോദ്യമല്ല, അവരുടെ അടുത്ത് മറ്റുള്ളവർ ചോദിക്കുന്നതാണ് എന്താണ് ഉത്തരം കൊടുക്കേണ്ടതെന്ന്. പല സാഹചര്യങ്ങളും ഞാൻ മറുപടി പറയാറ് വിട്ടേക്ക് മറുപടി കൊടുക്കേണ്ടെന്നാണ്. കാരണം അവര് ആത്മാർത്ഥമായിട്ടുള്ള സെർച്ച് ആണ് അവരുടേതെങ്കിൽ, അതായത് നമുക്കും ചിലപ്പോൾ അതിന് ഉത്തരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളിനി അവർക്ക് ഇനി എത്ര തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ അത് ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിലേ അവരതിനെ സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ അടുത്ത ചോദ്യമായിട്ട് വരും. പിന്നെ നമ്മളുടെ ഈമാനിനെ പോലെ അത് ബാധിക്കാൻ തുടങ്ങും.
ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള എന്തൊരു പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷനും ചോദ്യത്തിന്റെ മേലെ ചോദ്യങ്ങളും ഉണ്ടാവുമ്പോൾ റബ്ബിന്റെ അടുത്തേക്ക് തിരിയാൻ പറയാം. റബ്ബിന്റെ അടുത്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. നമ്മളുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ. നമ്മളുടെ ഉള്ളിൽ ഈമാൻ ഇല്ലെങ്കിൽ ഇനി എത്ര വലിയ തെളിവ് കാണിച്ചു കൊടുത്താലും സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും ഫിറഔന്റെ ഒക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര തെളിവുകൾ ഫിറഔന്റെ കണ്ണിന്റെ മുമ്പിൽ, അതും ഗ്രേറ്റ് ആയിട്ടുള്ള പ്രൂഫുകൾ അല്ലെ, അത്ഭുതങ്ങൾ ഫിറഔന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ പാമ്പിന്റെ ആ ഒരു ഇൻസിഡന്റ് അല്ലെ, മജീഷ്യൻസിന്റെ ഇൻസിഡന്റ് ഒക്കെ, ആ മജീഷ്യൻസ് ഒക്കെ അപ്പം സ്വീകരിച്ചു സുബ്ഹാനല്ലാഹ്. പക്ഷെ ഫിറോനെ അത് ബാധിച്ചില്ല, ഫിറോൻ സ്വീകരിച്ചില്ല. അപ്പം സത്യം വേണം ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കുള്ളൂ. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും മക്കളുടെ കാര്യത്തിലും ഒക്കെ ഒരുപാട് ബേജാറാവുമ്പോൾ നമ്മൾ ആവശ്യത്തിനാണോ ബേജാറാവുന്നത് നമ്മൾ നമ്മളെ അടുത്ത് തന്നെ ചോദിക്കുക. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതിനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കും. നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ നിയ്യത്ത് നന്നാവുന്നത് നമുക്ക് ഒരു അമലാണ്, ഇബാദത്താണ്. അള്ളാഹു അതിന് നമ്മുടെ നിയ്യത്തിനനുസരിച്ച് പ്രതിഫലം തരും. പക്ഷെ അവരുടെ റിസൾട്ട് അവരുടെ ഹൃദയത്തിനകത്തുള്ളതിനനുസരിച്ചാണ്. അവിടെ നമുക്ക് ഒരു കൺട്രോളും ഇല്ല. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ അല്ലെ, എപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണമാണ്. നമുക്ക് നൂഹ് അലൈഹി ഇസ്ലാം 950 വർഷം ദഅവത്ത് നടത്തി അള്ളാഹ് പ്രിയപ്പെട്ട പ്രവാചകന്റെ മകന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കൺട്രോൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേജാർ എന്താ, ഇബ്ലീസ് ബേജാറാക്കുന്നതാണ്. കാരണം നമ്മളെ ഇബാദത്തിനെ ബാധിക്കാൻ വേണ്ടി. അപ്പം അവരവരുടെ ഹൃദയത്തിൽ അവർക്ക് സത്യം, നമ്മളെ മക്കൾക്ക് സത്യം വേണം എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അതിലേക്ക് എത്തിക്കും. ഓക്കെ. അതന്നെ ആലോചിച്ച് ബേജാറാവുന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് നമുക്ക് ആ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ ഇബാദത്തിനെ ബാധിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് വസ്വസിട്ട് തരുന്നതാണെന്ന് മനസ്സിലാക്കുക. ഹക്ക് ആവശ്യമുള്ളത് നമ്മളെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ആ ഹക്കിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുക, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുക. അത് നമ്മുടെ നാവ് കൊണ്ടുള്ള സംസാരം കൊണ്ട് മാത്രം ഉണ്ടാവില്ല, നമ്മുടെ ജീവിതം കൊണ്ടുള്ള തെളിവ് കൊണ്ടാണ് ഉണ്ടാവുക. കാരണം മക്കളൊക്കെയും അല്ലെ അവർ ചിന്തിക്കുന്നവരാണ്. ഇവര് ഉമ്മ ഇപ്പൊ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ, ഉമ്മന്റെ ജീവിതത്തിൽ അതൊന്നും കാണാനില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേസമയം നമ്മൾ ഒരു പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലും പോലും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഖുർആൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹു ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ പാത ഫോളോ ചെയ്യും. ഓക്കെ. അപ്പൊ ഹക്ക് വേണ്ട അല്ലെങ്കിൽ സത്യം അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ഈമാൻ ഇല്ല എന്നുള്ള ആളുകള് അവരുടെ മുമ്പിൽ എത്ര വലിയ തെളിവ് നിർത്തിയിട്ടും ഒരു കാര്യമില്ല. അതൊരു ഡിഫറൻസ് ഉണ്ടാക്കാനേ പോകുന്നില്ല. പക്ഷെ ഈമാൻ ഉള്ളവര് എല്ലാത്തിൽ നിന്നും ഒരു പ്രയോജനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അള്ളാഹു അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ ഹിദായത്ത്, ഈമാൻ കൊണ്ട് അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഉത്തരം റബ്ബ് തന്നെ എത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാന് ലെവലേശം അനക്കം പറ്റാത്ത രീതിയിലുള്ള ജീവിതം അല്ലെ, ആഖിബത്ത് മരണം വരെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസം, ബൈബിളുള്ള വിശ്വാസം ഒക്കെ സ്ട്രോങ് ആയിട്ട് യഖീനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും റബ്ബ് തരട്ടെ, തൗഫീഖ് തരട്ടെ. ആമീൻ. 260-ാമത്തെ ആയത്ത്. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത ഖാല അവലം തുഅ്മിൻ ഖാല ബലാ ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعوهن يأتينك سعيا വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്റെ റബ്ബേ, മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് എനിക്ക് നീ ഒന്ന് കാണിച്ചു തരണമേ. അള്ളാഹു പറഞ്ഞു, നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാണിത് ആവശ്യപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇല്ലാതെ വിശ്വസിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്കിലും എന്റെ ഹൃദയം സമാധാനം അടയുവാൻ വേണ്ടിയാകുന്നു. റബ്ബ് പറഞ്ഞു, എന്നാൽ നീ പക്ഷികളിൽ നിന്ന് ഒരു 4 പിടിക്കുക, എന്നിട്ട് അവയെ നിന്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർത്തു കൊള്ളുക. പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ അംശം ഓരോ മലകളിലും ആക്കിക്കൊള്ളുക. പിന്നെ നീ അവയെ വിളിക്കുക, അവ നിന്റെ അടുക്കൽ ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. വാക്കർത്ഥം. വഇദ് ഖാല പറഞ്ഞ സന്ദർഭം, ഇബ്രാഹിം റബ്ബി എന്റെ റബ്ബേ, അരിനി എനിക്ക് കാണിച്ചു തരണമേ. അരിനി റോ ഹംസ യ, കൈഫ എങ്ങനെ, തുഹ്യി നീ ജീവിപ്പിക്കുന്നു, ഹായായ, അൽ മൗത മരിച്ചവരെ, നീം വൗ താൻ, ഖാല അവൻ പറഞ്ഞു, അവലം തുഅ്മിൻ നീ വിശ്വസിച്ചിട്ടില്ലേ, ഹംസ മീം നൂൻ, ഖാല അവൻ പറഞ്ഞു, ബല ഉണ്ട്,
വലാകിൻ എങ്കിലും, ലിയതുമ ഇന്ന സമാധാനമടയാൻ, തോ മീൻ ഹംസ നൂൻ, ഖൽബി എന്റെ ഹൃദയം, ഖാഫ് ലാം ബ. ഖാല അവൻ പറഞ്ഞു, ഫഖുദ് എന്നാൽ നീ പിടിക്കൂ, ഹംസ ഖാ ദാൽ, അർബഅതൻ നാലെണ്ണത്തെ, മിന ത്വയ്രി പക്ഷികളിൽ നിന്ന്, ത്വയറ, ഫസുർഹുൻ എന്നിട്ട് അവയെ കൂട്ടിച്ചേർക്കുക, സ്വാദ് വാവ് റോ, ഇലൈക നിന്നിലേക്ക്, സുമ്മ പിന്നീട്, ഇജഅൽ നീ വെക്കുക, ജീം ഐൻ ലാം, അലാ കുല്ലി ജബൽ എല്ലാ ഓരോ മലയിലും, ജീം ദ ലാം, മിൻ ഹുൻ അവയിൽ നിന്ന്, ജുസ് അൻ ഒരു ഭാഗത്തെ, ജീം സൈ ഹംസ, സുമ്മ പിന്നീട്, ഉദ്ഉഹുൻ നീ അവയെ വിളിക്കുക, ദാൽ ഐൻ വാവ്, യഅതീനക അവ നിന്നിലേക്ക് വരും, ഹംസ ത യ, സഅയൻ ഓടിക്കൊണ്ട്, സീൻ ഐൻ യ, വഅലം നീ അറിയുക, ഐൻ ലാം മീം, അന്നല്ലാഹ അല്ലാഹു എന്ന്, അസീസുൻ പ്രതാപശാലി, ഐൻ സൈ സൈ, ഹകീമുൻ അഗാധജ്ഞൻ, ഹ ക മീം. തഫ്സീർ നോക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ അല്ലെ. ഇപ്പൊ മൂന്നാമത്തെ എക്സാമ്പിൾ ആണ്. നമ്രൂദിന്റേത് കഴിഞ്ഞു, ആ ഒരു വ്യക്തി ആ ഒരു പട്ടണത്തിൽ കൂടെ പാസ് ചെയ്ത വ്യക്തിയുടേത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, ഇത് പോലെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. ഓക്കെ, പറഞ്ഞ ആ ഒരു സന്ദർഭം ഓർക്കാൻ വേണ്ടി പറയൂ. അദ്ദേഹം പറഞ്ഞു, റബ്ബി എന്റെ റബ്ബി, അരിനി നീ എനിക്ക് കാണിച്ചതാ, എന്ത്, കൈഫ എങ്ങനെയാണ്, തുഹിയിൽ മൗത നീ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അള്ളാഹ് എനിക്ക് കാണണം, എന്ത്, അല്ലെങ്കിൽ എന്നെ നീ കാണിച്ചതാ, എങ്ങനെയാണ് നീ മരിച്ചവർക്ക് കൊടുക്കുന്നത്. മൗത്ത മയ്യത്തിന്റെ പ്ലൂറലാണ്. ഓക്കെ, മയ്യത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച ഒരാൾ മരിച്ചത്, മൗത്ത എന്ന് പറഞ്ഞാൽ മരിച്ചവർ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പൊ എങ്ങനെയാണ് നീ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല അവലം തുഅ്മിൻ നീ വിശ്വസിക്കുന്നില്ലേ അല്ലെ. അല്ല ഇബ്രാഹിമെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, അപ്പൊ പിന്നെ എന്തിനാ നീ ഇത് കാണാൻ പറയുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാം പറയും, ഖാല ഞാൻ പറഞ്ഞു, ബല നിശ്ചയമായും ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലെ, അതിനകത്ത് സംശയമൊന്നുമില്ല. വലാക്കിൻ പക്ഷേ, ലിയതുമ ഇന്ന ഖൽബി എനിക്ക് എന്താണ്, എന്റെ ഹൃദയത്തിന് ഒരു സമാധാനം അടയാൻ വേണ്ടിയിട്ട്, സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചോദിക്കണം, ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെ നമ്മുടെ ഉള്ളിലുള്ള, അതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, തൃപ്തി അടയാൻ വേണ്ടിയിട്ട്, എന്റെ കൽബിന്റെ തൃപ്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ലിയതുമ ഇന്ന തൊമ നീന. ഓക്കെ, തോ മീം ഹംസ നൂൻ, തോ മീം നൂനും ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കാണും, അല്ലെങ്കിൽ തോ മീം ഹംസ നൂൻ ആണ് റൂട്ട്. നമ്മൾ വളരെ ചുരുക്കം ചില വാക്കുകളെ 4 അക്ഷരം റൂട്ടുള്ളത് കണ്ടിട്ടുള്ളൂ, അതിലൊന്നാണ് ഇത്. ഓക്കെ, തമ നീന എന്ന് പറഞ്ഞാല് തൃപ്തി, കണ്ടെന്റ്മെന്റ് എന്ന് പറയും ഹൃദയത്തിന്റെ. നമ്മളെ ഹൃദയം സമാധാനത്തിലും തൃപ്തിയിലായിരിക്കുമ്പോൾ അതിങ്ങനെ അല്ലെ, ഒരു റെസ്റ്റ് ഉള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റസിലായിരിക്കും. സംശയങ്ങളോ, ഹൃദയത്തിലെ സംശയങ്ങളോ ആശങ്കകളോ ഭയമോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഹൃദയം ഇങ്ങനെ ആകെ കൂടെ ഇങ്ങനെ ഇളകി മറയുന്ന അവസ്ഥയിലായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതൊന്നും ഇല്ലാതെ സമാധാനത്തില്, പീസില്, റെസ്റ്റ് സ്റ്റേറ്റില് ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നതിനാണ് ഈ തൊമ നീന എന്ന് പറയുന്നത്. ഇപ്പം ഒരു തീന്റെ ഒരു ജ്വാല അതിങ്ങനെ കത്തുകയെന്ന് വെച്ചോ, അപ്പം ചില സമയത്ത് ഈ തീന്റെ ജ്വാല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ, അങ്ങോട്ട് പാളി, ലൈക്ക് കാറ്റുണ്ടാവുമ്പോൾ അല്ലെ, ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. എന്നാൽ വേറെ ചിലത് കാണാൻ ഇങ്ങനെ അതെ ഒരേ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കത്തുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്നതിനാണ് എന്താണ് തൊമ നീന അല്ലെങ്കിൽ ഇറ്റ്മെ നാൻ എന്ന് പറയുന്നത്. ഈ തൊമ നീന എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളിൽ ആവശ്യമാണ് അല്ലെ. നമ്മള് ഖിയാമിൽ നിൽക്കുമ്പോൾ നമ്മൾ അനങ്ങാതെ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും പാളാതെ, ആടാതെ, ഇളകാതെ തൃപ്തിയായിട്ട്, സമാധാനമായിട്ട്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. നമ്മുടെ ഹൃദയം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത് ശരീരങ്ങളിലേക്ക് വരലാണ് ശരിക്കും ഖുശു അല്ലെ. ഹൃദയം ആ ഒരു സമാധാനം അടഞ്ഞ അവസ്ഥയിലായിരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാണ് ഖുശു എന്ന് പറയുന്നത്. അപ്പം ഏതവസ്ഥയിലാണോ, ഖിയാമിലാണോ സ്റ്റാൻഡ് സ്റ്റിൽ ഒക്കെ അനങ്ങാതെ, റുക്കൂയിലാണോ സ്റ്റാൻഡ് സ്റ്റിൽ, പുറത്ത് നമ്മൾ എസ്പെഷ്യലി നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ അതേപോലെ അനങ്ങാതെ നിൽക്കണം അല്ലെ. സുജൂദിലിരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, അങ്ങനെ ഓരോ പൊസിഷനും നമുക്ക് ഈ ഒരു സംഭവം ആവശ്യമാണ്.
പക്ഷെ പലപ്പോഴും നമ്മൾ അല്ലെ നമസ്കാരത്തിലൂടെ റഷ് ത്രൂ ആണ്, നമ്മൾ ഓടലാണ്, പണി തീർക്കലാണ്. സുബ്ഹാനല്ലാഹ്, എവിടെയാ നിർത്തിയ എവിടെയാ തുടങ്ങിയെന്ന് ഓർമ്മയില്ലാത്ത രീതിയിൽ. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മുമ്പ് നമ്മൾ ഒരായത്തില് നമസ്കാരത്തിലെ കോൺസെൻട്രേഷന്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എല്ലാ വാക്കുകളുടെയും നമ്മൾ പറയുന്ന ഓരോ ദുആകളുടെയും ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ അറിഞ്ഞിട്ട് അതിനെ നമ്മൾ ഓർത്തെടുത്തിട്ട് വേണം നമസ്കാരത്തിൽ ചൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ലാത്തൊരവസ്ഥയിൽ നമസ്കാരം ആയി പോകരുത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ സമയമൊക്കെ സമയത്ത് ഒരു ടെസ്റ്റ് നടത്തും ഈ നമസ്കാരത്തിലെ ദുആകളും അവയുടെ അർത്ഥങ്ങളും വെച്ചുകൊണ്ട്. അപ്പം ആ ഒരു സമയത്ത് അതിനു മുമ്പേ തുടങ്ങിയതാണെന്ന് തോന്നുന്നു, നമ്മുടെ ഹസീം ടീച്ചർക്ക് ഒരു വാട്സപ്പ് ചാനൽ ഉണ്ട്, നമസ്കാരത്തിലെ എല്ലാ ദുആകളും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ചാനൽ ആയതുകൊണ്ട് മുമ്പേ ഇട്ട പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ആ ചാനൽ ഫോളോ ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് പോസ്റ്റ് ചെയ്തതിനു ശേഷം മെയിൻ ഗ്രൂപ്പുകളിലൊക്കെ അതിന്റെ ലിങ്ക് പാസ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എപ്പോഴെങ്കിലും ടൈം ഉള്ളപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോക്കണം. ഇതുപോലെ എല്ലാ ദുആകളും എല്ലാവരും സമയമെടുത്ത് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ ദുആകളും അർത്ഥങ്ങളോടുകൂടി ഓരോ വാക്കും ഏത് സമയത്ത് ചോദിച്ചാലും കിട്ടുന്നത് പോലെ, എന്നിട്ട് അത്രയും ശ്രദ്ധ കൊടുത്തിട്ട് തന്നെ വേണം നമ്മുടെ നമസ്കാരം. നമ്മൾ എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു വാക്കാണ്, തത്മഇന്ന അല്ലെങ്കിൽ തമഅനീന എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ ചോദ്യം ചോദിച്ചത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല, പക്ഷെ എന്റെ ഹൃദയത്തിന് ഒരു തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്, സമാധാനം, ഒരു റെസ്റ്റ് അല്ലെ, ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം പലപ്പോഴും നമ്മളൊക്കെയും വിശ്വസിക്കുന്ന പല കാര്യങ്ങളിലും അല്ലെ, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും, പ്രത്യേകിച്ച് വൈബായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് അത് വിശ്വസിക്കുന്നത്? ഒന്നുമില്ല അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട് അല്ലെ. എന്തായിരിക്കും അങ്ങനെയെന്ന് നമ്മൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അതൊക്കെ വിശ്വസിക്കുന്നത്? അല്ലാഹ് പറഞ്ഞത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് കൊണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം പലതും ഞാൻ പറഞ്ഞു, നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിലുണ്ട്. ഒരുപാട് വൈബായ കാര്യങ്ങൾ അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അല്ലെ. കാരണം അള്ളാഹുവിന്റെ കാര്യം നമ്മൾ ആയത്തുൽ കുർസിയിൽ കണ്ടിരുന്നു, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു പക്ഷെ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെ. മലക്കുകളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച് ഒക്കെയും നമുക്ക് അങ്ങനെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളുടെ കപ്പാസിറ്റി എന്താണ്? ലിമിറ്റഡ് ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. യൗമുൽ ഖിയാമയെ കുറിച്ച്, എങ്ങനെയാണ് സൂര്യൻ പോകുന്നത്, ഉദിക്കുന്നത്, അസ്തമിക്കുന്നത് ഒക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. സൂര്യൻ അള്ളാഹു സുബ്ഹാനഹു ഒരു ഹദീസ് തന്നെ ഉണ്ട്, എന്ത് സൂര്യന്റെ ഉദയത്തിനെ കുറിച്ചും അസ്തമയത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. സൂര്യാസ്തമയം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അർശിന്റെ താഴെ സൂര്യൻ എന്താണ് നമസ്കരിക്കുന്ന അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കും, ഞാൻ വീണ്ടും പോട്ടെ അടുത്ത ദിവസം ഉദിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ അനുവാദം കിട്ടിയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഇതേപോലെ സൂര്യൻ ചെന്നിട്ട് സുജൂദ് ചെയ്തിട്ട് അള്ളാഹിന്റെ അടുത്ത് ഞാൻ പോയി ഉദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് അനുവദിക്കാത്ത ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്. ആ ദിവസം സൂര്യൻ എന്താക്കും? കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. സുബ്ഹാനല്ലാഹ്. ഇത് സഹീഹായിട്ടുള്ള ഹദീസിനകത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തോന്നിയേക്കാം എങ്ങനെയാണ് അള്ളാഹുവിന്റെ അർശിലെ സൂര്യൻ സുജൂദ് ചെയ്യുന്നത്. ഈവൻ അതല്ല, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ അസ്തമിക്കുമ്പം സൂര്യൻ അപ്പുറത്ത് ഉദിക്കുന്നുണ്ടല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ എവിടെയായി സുജൂദ് ചെയ്യാനുള്ള സമയം? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും വരും. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കിത് ലോജിക്കലി കംപ്ലീറ്റ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ബുദ്ധിക്ക് ഇല്ല. ഇത് വൈബായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഖുർആൻ എന്താണെന്ന് പഠിപ്പിച്ച ആ ഒരു ആയ അല്ലെ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ പറഞ്ഞതിന്റെ തൊട്ടടുത്ത് അല്ലാഹു എന്താ പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അതിനുള്ള അർഹത എന്ന് പറയുന്നത് അല്ലെ, ഖുർആനിൽ നിന്നുള്ള ഹിദായത്തിനുള്ള അർഹതയ്ക്ക് ഏറ്റവും ആവശ്യം എന്താണ്?
വൈബിലുള്ള വിശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ ബിൽഡ് ചെയ്യുന്നതൊക്കെയും അല്ലെ ഒരു തറ കെട്ടാതെ പൊക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ബൈബിള് നമ്മൾ ശരിക്കും അള്ള പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലെ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ വിശ്വസിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പലപ്പോഴും ചോദിച്ചേക്കാം, നമ്മൾ എങ്ങനെയാ ഈ വൈബായിട്ടുള്ള നമ്മൾ കാണാത്ത കാര്യങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക? എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല, ഞാൻ വിശ്വസിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് മനുഷ്യന്മാരാണ്, നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റൂല. നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ലിമിറ്റഡ്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ എന്തോ സംഭവമാണ്, നമുക്ക് എന്തോ അറിവുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആണ്. സുബ്ഹാനല്ലാഹ്. വൈറസുകൾ അല്ലെ, അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഗ്രോ ചെയ്യുന്നത്, എങ്ങനെയാണ് രോഗം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ ഒരു 10ഓ 100ഓ അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ്ലി അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പലർക്കും ആർക്കും അറിയില്ലായിരുന്നു അല്ലെ. പക്ഷെ മെല്ലെ മെല്ലെ ആളുകൾ അതിനെ കുറച്ച് കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോഴും അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. സുബ്ഹാനല്ലാഹ്. കോവിഡ് വന്ന സമയത്ത് എന്തൊക്കെയോ റിസർച്ചുകളൊക്കെ നടത്തിയെങ്കിലും അതിനെ കംപ്ലീറ്റ് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലേ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് തല പൊക്കുന്നുണ്ട്. നിപ്പ ഇടക്കിടക്ക് വരുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, മനസ്സിലാക്കാൻ ഇപ്പോഴും പറ്റില്ല. ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിക്കുന്നവർ തന്നെ, സയൻസുകൾ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന ഏറ്റു പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് അറിയുന്നത് വളരെ കുറച്ചാണ് അല്ലെ, ഇനിയും ഇതിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട്. നമ്മൾ ഈ യൂണിവേഴ്സിനെ കുറിച്ച്, പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മൾ കണ്ടുപിടിച്ചതെല്ലാം വളരെ നിസ്സാരമായി വളരെ കുറച്ചാണ്. നമുക്ക് മുഴുവനൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ലിമിറ്റഡ് കപ്പാസിറ്റി കൊണ്ട് പറ്റൂല. അതുമല്ല, ഇപ്പൊ നമ്മൾ പഠിച്ച അറിഞ്ഞ പല കാര്യങ്ങളും കുറച്ച് കൊല്ലം കഴിയുമ്പം അത് തെറ്റാണെന്നും ചിലപ്പോൾ തെളിഞ്ഞേക്കാം. അങ്ങനെ എന്തെല്ലാം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലെ. മുമ്പ് പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞിട്ട് പുതിയത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഒരു 20 അല്ലെങ്കിൽ ഒരു 100 1000 കൊല്ലം കഴിയുമ്പോൾ പണ്ട് പറഞ്ഞതൊക്കെ, നമ്മളിപ്പോ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു സമയവും വന്നേക്കാം. സുബ്ഹാനല്ലാഹ്. ഗ്രഹങ്ങൾ അല്ലെ, പണ്ട് നമ്മൾ പഠിച്ച എണ്ണം അല്ല ഇപ്പൊ. പുതിയ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ഈവൻ പല എലിമെന്റ്സ്, മൂലകങ്ങൾ പലതും പുതിയത് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതല്ല ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്. കുറെ പുതിയ ആൾക്കാർ കയറിയിട്ടുണ്ട് കെമിസ്ട്രിയിലൊക്കെ. ആണല്ലോ. പഴയത് പലതും ഇല്ലാതായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് അത്രേ കഴിവുള്ളൂ. അപ്പൊ നമ്മള് ഒരു 100 കൊല്ലം അല്ലെങ്കിൽ 1000 കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പലതും തെറ്റാണെന്ന് നമ്മളുടെ മക്കളും അതിനടുത്ത തലമുറകളും കണ്ടുപിടിച്ചേക്കാം. അപ്പൊ നമ്മളിങ്ങനെ അറിവില് മെല്ലെ 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 അള്ള കുറച്ചായിട്ട് റിലീസ് ചെയ്യുന്ന അറിവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. നമ്മൾ മെല്ലെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. ആൻഡ് എപ്പോഴും മനസ്സിൽ വെക്കുക, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ആൻഡ് നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാകുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ ഹക്കുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കൺവിൻസ്ഡ് ആയിട്ടേ വിശ്വസിക്കുള്ളൂ, ഞാൻ കൺവിൻസ്ഡ് ആയിട്ടേ സ്വീകരിക്കുള്ളൂ എന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. കാരണം മരണം എപ്പോഴാന്ന് അറിയില്ല. മരിച്ചു കഴിഞ്ഞാല് സ്വർഗത്തിനുള്ള രണ്ട് കണ്ടീഷൻ എന്താണ്? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് അല്ലെ. ഈമാൻ ഉണ്ടായിട്ട് സാലിഹായ കർമ്മങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൺവിൻസ്ഡ് ആയിട്ട് എല്ലാ തെളിവും വരട്ടെ എന്നിട്ടേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അള്ളാഹു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇന്നൊരു കാര്യം ചെയ്യും, ഇന്നൊരു കാര്യം വായ്പായത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബല, ഉറപ്പായിട്ടും അല്ലേ, ഞാൻ അതിനെ വിശ്വസിക്കുന്നു. എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവാം, എനിക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഉണ്ടാവാം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിച്ചു, അള്ളാഹ് എനിക്കൊന്ന് കാണണം, എങ്ങനെയാണ് നീ മരിച്ചവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? അള്ളാഹ് ചോദിച്ചു, നിനക്ക് വിശ്വാസം ഇല്ലേ ഇബ്രാഹിമേ? അലൈഹി ഇസ്ലാം അപ്പൊ പറഞ്ഞു, ഉറപ്പായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്റെ ഹൃദയം സമാധാനത്തിലാവാൻ വേണ്ടിയിട്ട് അല്ലെ, സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനൊരു ഉത്തരം അല്ലെങ്കിൽ അതൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അത് നടക്കുന്നത്? അപ്പം നമ്മളെല്ലാവരും എന്താ ചെയ്യാ? നമ്മളടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതില് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹ് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളില് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം, തെറ്റില്ല, ചോദ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ ചോദ്യം ചോദിച്ച് ഉത്തരം ക്ലിയർ ആയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത്
ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം നമുക്ക് ആ ഉത്തരം ക്ലിയർ ആവുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയേക്കാം. അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. നമ്മളുടെ ഉള്ളില് ചോദ്യങ്ങൾ ഉണ്ടാവാം, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതിന്റെ ഉത്തരം കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, അള്ളാഹുവിലേക്ക് ചോദിക്കാം. പക്ഷേ വിശ്വാസത്തിന് അത് ബാധിക്കരുത്. വിശ്വസിക്കാം, റബ്ബ് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ചോദ്യങ്ങളും ഒരു സംശയങ്ങളും നമ്മുടെ ഒരു വണ്ടേഴ്സും നമ്മളെ സംശയത്തിലേക്ക് ആക്കരുത്, കുഫറിലേക്ക് എത്തിക്കരുത്. അത് എഴുതി വെക്കാം. ഓക്കെ. കാരണം പലപ്പോഴും നമ്മള് ഒരു പക്ഷേ നമ്മളെ മക്കളുടെയൊക്കെ കാര്യത്തിൽ ഡിസ്മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ലെ, അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. യെസ്, ചോദിക്കാൻ പാടില്ലാത്ത ഏരിയാസ് ഉണ്ട്. അത് നമ്മൾ മുമ്പ് അഖീദ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ പാടില്ലാത്തത്, പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള, അല്ലെ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. കാരണം നമുക്ക് എന്താണോ വേണ്ടത് അത് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. അതിനെ അക്ഷരാർത്ഥത്തിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള അതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത് പഠിച്ചവർക്ക് അറിയാം എന്തൊക്കെയാണ് അതിന്റെ നിയമങ്ങൾ. പഠിക്കാത്തവരെ നമ്മൾ കഴിഞ്ഞ ദിവസം അഖീദ ക്ലാസ് വീണ്ടും മൊഫ്സി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്കൊക്കെ മൊഫ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചോദിക്കാൻ പാടില്ലാത്ത ഏരിയാസ് ഉണ്ട്, പക്ഷേ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാം, ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കാം. അള്ളാഹു ഉത്തരം നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉള്ളത് ഒരിക്കലും സംശയങ്ങളിലേക്ക് ലീഡ് ചെയ്യരുത്, വിശ്വാസത്തിനെ ബാധിക്കരുത്, കുഫറിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ആയത്തുൽ കുർസിയിൽ നമ്മൾ കണ്ടുല്ലേ, അള്ളാഹുവിന്റെ അർശ് സുബ്ഹാനല്ലാഹ് എത്ര വലുതാണ്. നമുക്ക് നമ്മളെ വാക്കുകൾ കൊണ്ട്, നമ്മളെ ഇമാജിനേഷൻ കൊണ്ടൊന്നും അവിടേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലെ. എന്താണ് റബ്ബേ ഇത്, അല്ലെ, ഇത് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്താണല്ലോ എന്ന്. പക്ഷെ അങ്ങനെയുള്ള നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒരിക്കലും നമ്മളെ കുഫറിലേക്ക് എത്തിക്കാൻ പാടില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ പോലെ, ബല, നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സംശയം എന്ന് പറയുന്നത് ഇല്ല, നിഷേധം എന്ന് പറയുന്നത് ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മളെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതിനെതിരെ സംഭവിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചതല്ല, നമ്മൾ പ്രതീക്ഷിച്ചതല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെ, ഇത് എന്തുകൊണ്ടാന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ പറയുന്ന ഒരു ഉത്തരമുണ്ട്, അല്ലെ, ഇതിനകത്ത് ഖൈറുണ്ട്, ഇൻഷാ അല്ലാഹ് ഇതിനകത്തൊരു ഖൈറുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന വരില്ല, അല്ലെ. പല ഖൈറുകൾക്കും നമ്മൾ 10, 20 കൊല്ലം, 30 കൊല്ലം, 50 കൊല്ലം ഒക്കെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മളെ ഹിക്മത്ത് അവിടേക്ക് എത്തിയിട്ടില്ല, നമ്മുടെ ബുദ്ധി, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടേക്ക് എത്തിയിട്ടില്ല. അതിനകത്തൊരു പ്രയോജനമുണ്ട്, അല്ലെ. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന രീതിയിൽ സ്റ്റെപ്പുകൾ എടുത്തു, ഇന്ന രീതിയിൽ പ്ലാൻ ചെയ്തു, ഇന്ന രീതിയിൽ നടത്താൻ ശ്രമിച്ചു, പക്ഷെ ജീവിതത്തിൽ വേറൊരു കാര്യമാണ് സംഭവിച്ചത്. അപ്പോ ഇല്ല, ഞാൻ വിചാരിച്ചത് തന്നെ നടത്തും, എത്ര സദായില്ല, അത്ര പറ്റൂലല്ലോ, അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിന്റെ ശരിക്കും നമ്മള് അതായത് ഇബാദത്ത് ചെയ്യുന്ന, അമല് ചെയ്യുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് നീങ്ങുന്ന വലിയൊരു ശതമാനം സമയവും അപഹരിക്കുന്നത് ഇതുപോലെ ഞാൻ പ്ലാൻ ചെയ്തത് തന്നെ ഞാൻ നടത്തുന്നു വിചാരിച്ച് ഏതറ്റം വരെ അതിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മുടെ ചിന്തയെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും മൊത്തം, നമ്മുടെ സമയത്തിനൊക്കെ അതങ്ങ് അപഹരിച്ച് കൊണ്ടുപോകും, അതങ്ങ് കൺസ്യൂം ചെയ്യും. പക്ഷെ നമ്മൾ ശ്രമിച്ചു, റബ്ബില് തവക്കുൽ ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇതിനകത്തൊരു ഖൈറുണ്ട്. ഈ ഖൈറിനെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി എനിക്കിപ്പോ ഇല്ല, അല്ലെ, അത് റബ്ബ് എനിക്ക് തെളിയിച്ചു തരും സമയമാവുമ്പോ. എന്ത് ഈസിയാ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെ. നമ്മൾ അത്രയും സമയം, അത്രയും ചിന്തകൾ, അത്രയും പ്രവർത്തനങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ ഇബാദത്തിലേക്ക് റൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആ ഖൈറിനെ വീണ്ടും ബെസ്റ്റ് ഖൈറാക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ് അതില്. സുബ്ഹാനല്ലാഹ്. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും എന്റെ ജീവിതത്തിലെ ആ ഒരു ഖൈർ അള്ളാഹ് എനിക്ക് ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ ഒരു തീരുമാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈമാന്റെ എന്തൊരു കാര്യങ്ങളും ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ, ബല, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്, അങ്ങേയറ്റം പ്രിയപ്പെട്ട, അള്ളാഹിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടതാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കായിരുന്നു. അള്ളാഹുവിന്റെ അടുത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിച്ചു, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ. അള്ളാഹു ഉത്തരവും കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ഒരു റിക്വസ്റ്റിന് ആൻസർ കൊടുത്തു. അള്ളാഹ് എന്താ പറഞ്ഞേ, അള്ളാഹ് പറഞ്ഞു, ഫഖുദ്, നീ എടുക്ക്. അപ്പൊ അതുകൊണ്ട് നീ എടുക്ക്, അർബഅതൻ, 4 മിനത്വൈരി, പക്ഷികളിൽ നിന്ന്. ഓക്കെ, നീ 4 പക്ഷികളെ എടുക്ക്. എന്നിട്ട് ഫസുർഹുന്ന ഇലൈക്, നീ എന്തൊക്കെ, സുർഹുൻ, സ്വാദ്, വാവ്, റോ, സൗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളിലേക്ക് ചായ്വ് ഉണ്ടാക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളിലേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുക. അതായത്
നമുക്കറിയാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന കാര്യം പറയാറുണ്ട് അല്ലെ. അപ്പം അത് ഊതുമ്പോ എന്താ ചെയ്യാ, ആൾക്കാർ മരിച്ചു കിടക്കുന്ന കബറിലുള്ള ആൾക്കാരെല്ലാം അത് ശബ്ദം കേട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ് വരികയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് നമുക്കൊരു പെറ്റ് ഉണ്ടെന്ന് വെക്കാം, ഒരു പൂച്ചയോ ഒരു പട്ടിയോ എന്തെങ്കിലും. അപ്പൊ അതിനെ നമ്മൾ പേര് വിളിക്കുക. അതിന് നമ്മൾ സാധാരണ എന്ത് രീതിയിലാണോ വിളിക്കുക, അത് വിളിച്ചു കഴിഞ്ഞാൽ അത് ഓടി നമ്മളടുത്തേക്ക് വരും. അല്ലെങ്കിൽ ഒരു ഉമ്മ കുഞ്ഞു അവന് നല്ലോണം നോക്കി ഉമ്മാന്റെ സ്വന്തം അല്ലെ, ഉമ്മാനോട് ചേർത്ത് പിടിച്ചതായതുകൊണ്ട് കുട്ടി എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ പോയി വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി വേഗം ഉമ്മാന്റെ അടുത്തേക്ക് വരും. അപ്പം അതുപോലെ നമ്മളിലേക്ക് ചേർത്ത് നിർത്താനാണ് പറയുന്നത് ഫസുർ ഹുന്ന ഇലേക്ക്. അപ്പം ഇവിടെ പക്ഷികളുടെ കാര്യത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അല്ലാഹു എന്താ പറഞ്ഞത്, നീ ആ പക്ഷികളെ ട്രെയിൻ ചെയ്യിക്കുക, നിന്റേതാക്കിയിട്ട് അല്ലെ, നിന്റെ പെറ്റ് പോലെ നീ ട്രെയിൻ ചെയ്യിക്കുക, നിന്നിലേക്ക് കമ്മിറ്റ് ചെയ്യിക്കുക. അപ്പം അത് നിന്റെ അടുത്തേക്ക് വരുന്ന പോലെ അല്ലെ, വിളിച്ചാൽ നിന്റെ അടുത്തേക്ക് വരുന്ന പോലെ നീ നിന്നിലേക്ക് കമ്മിറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂച്ചന്റെ പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അല്ലേ നമ്മൾ പല വീടുകളിലും പൂച്ചകൾ പെറ്റാറുള്ള സ്ഥലത്തൊക്കെ കാണാം, ഒരു പേര് വിളിക്കുമ്പോഴേക്ക് ഓടി വരുന്നത്. അത് അതിന്റെ ഓണറോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, ഇഷ്ടമില്ലെങ്കിൽ അത് വരെയില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. മൃഗങ്ങളുടെ കാര്യത്തിൽ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. മനുഷ്യന്മാർ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വന്നോളണം എന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ കോഴികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കോഴി എന്ന് പറയുമ്പോൾ അത് ഓടി വരും അല്ലെ, അവിടുന്ന് ഭക്ഷണം കിട്ടുന്ന അതിന് അറിയുന്നത് കൊണ്ട്. അപ്പൊ ഫസുർ ഹന്ന ഇലേക്ക് എന്ന് പറയുമ്പോൾ നീ നിന്നിലേക്ക് തന്നെ അതിനെ കമ്മിറ്റ് ചെയ്യിക്കുക. ഓക്കെ. ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നീ അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നീ അതിനെ അറക്കുക, എന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കിയിട്ട് അറക്കുക. അതിനുശേഷം സുമ്മ പിന്നീട് ഈ ജാൽ നീ ആക്കുക, എന്താക്കണം, അലാ കുല്ലി ജബൽ, എല്ലാ മലകളുടെ മേലെയും. ഓക്കെ. അല്ലാഹു അലം എത്ര മലകൾ ഉണ്ടായിരുന്നു ഉള്ളത്, പക്ഷെ അവിടെ കുറെ മലകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവാണ് പറഞ്ഞിട്ടുണ്ട്. മിൻഹുൻ, അതായത് പക്ഷികളുടെ ഈ മുറിച്ച പീസുകളിൽ നിന്ന് ഒക്കെ പല പീസുകളായിട്ട് നീ എല്ലാ മലകളുടെയും മേലെ കൊണ്ടുവെക്ക്. ജുസ്അൻ, ഒരു പോർഷൻ, അതായത് എല്ലാത്തിൽ നിന്നും ഓരോ പീസുകൾ എടുത്ത് നീ എല്ലാ മലകളെയും ഓരോ കഷ്ണം, കാരണം ഇത് 4 ഉണ്ട്, ഒന്നല്ല അല്ലെ. അപ്പൊ മിക്സ് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഓരോ പോർഷൻസ് ഈ 4 പക്ഷികളുടെയും ബോഡി പാർട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നീ ഓരോ മലകളുടെ മേലെ കൊണ്ടുവെക്കും. ഒരു പക്ഷിയുടെ ഒരു പീസ് ഒരു മലന്റെ മുകളിൽ, വേറൊരു പക്ഷിയുടെ വേറൊരു പീസ് വേറൊരു മലന്റെ മുകളിൽ, അങ്ങനെ നീ വെക്കൽ. നമുക്ക് ഇത് ഈ ഒരു പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സീന്. സുമ്മ പിന്നീട് ഉദുഉഹുൻ, നീ അവയെ വിളിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, നീ പക്ഷിനെ ട്രെയിൻ ചെയ്യിക്കുന്നു പറഞ്ഞു. ട്രെയിൻ ചെയ്യിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷിനെ എങ്ങനെ വിളിച്ചാലാണ് പക്ഷി വരാന്നുള്ളത് അറിയാം അല്ലെ. കോഴിനാകുമ്പോൾ നമ്മൾ എന്ന് വിളിക്കുന്ന പോലെ ഈ പക്ഷിനെ നീ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യിച്ചത് അതുപോലെ നീ ഉദുഉഹുൻ, അവയെ വിളിക്കുക. തീനക്ക, അവ നിന്നിലേക്ക് വരും. സഅയൻ, ഓടിക്കൊണ്ട്. സഅയ് സീൻ ഐൻ യ, ഓടുക, റഷ് ചെയ്യുക എന്നുള്ളത് അർത്ഥം. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ പക്ഷികൾ നിന്നിലേക്ക് ഓടിക്കൊണ്ട് വരും. സുബ്ഹാനല്ലാഹ്. ഇതങ്ങനെ ഒരു നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ, ഇതൊരു മിറാക്കിളാണ്, ഒരു മുഅ്ജിസ പോലെ തന്നെയുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹ്ക്ക് സ്പെഷ്യൽ ആയിരുന്നു, അദ്ദേഹം ഒരു പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. കാരണം പ്രവാചകന്മാർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം, യഖീൻ ഉണ്ടാവണം. കാരണം അവര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജ് രാത്രിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നരകം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കേണ്ട ആളാണ്. സുബ്ഹാനല്ലാഹ്. യഖീൻ കൂടുതൽ വേണം പ്രവാചകന്മാർക്ക്. അത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അത്രക്ക് ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലായിരുന്നു അല്ലെ. അവരുടെ യഖീനാണ് സുബ്ഹാനല്ലാഹ് അവരുടെ വാക്കുകളിൽ സ്ഫരിക്കുന്നത്. അതേപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമും പ്രവാചകനാണ് അല്ലെ. അപ്പം അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം വരുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞും കാണിച്ചും കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം കൂടുതൽ ഉറയ്ക്കും അല്ലെ. അപ്പം അള്ളാഹ്ക്ക് റെസറക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരു പ്രയാസവും ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഒന്നും കൂടെ ദൃഢപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഈ പക്ഷികൾ ഇങ്ങനെ 4 ഭാഗത്തും കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞത്? ഇത് ഒരു അല്ലെ, പക്ഷികൾ മരിച്ച് ചത്ത് അതിന്റെ പീസസ് ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അള്ളാഹ് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് മിക്സ് ആയി കഴിഞ്ഞാലും ഓരോ കഷ്ണം ഓരോ സ്ഥലത്തായി കഴിഞ്ഞാലും അള്ളാഹ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല എന്ന് കാണിച്ചു കൊടുക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും അല്ലെ അള്ളാഹിന്റെ സൃഷ്ടികളാണ്. നമുക്കറിയാം അള്ളാഹാണ് നമ്മളുടെ ഇലാഹാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾക്ക്
ബുദ്ധിപരമായിട്ട് സുബ്ഹാനല്ലാഹ് അതിനെ സ്വീകരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിലും, കാരണം ചില ആളുകളൊന്നും അത് ഇപ്പോഴും സ്വീകരിക്കുന്നില്ല അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കാര്യം പലരും സ്വീകരിക്കുന്നില്ല. പക്ഷെ അവര് സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ശരീരങ്ങള് അത് സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. അവര് ശരീരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത്. ഹൃദയം മിടിക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടാണ്. ഹൃദയം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തും അല്ലെ. ശരീരത്തില് ഡൈജഷൻ നടക്കുന്നത് അള്ളാഹ് പറഞ്ഞിട്ട്, ശരീരത്തിന് രോഗം വരുന്നത് അള്ളാഹ് പറഞ്ഞിട്ട്, രോഗം ഹീലാവുന്നത് അള്ളാഹ് പറഞ്ഞിട്ട്. അപ്പം മനുഷ്യന്മാര് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹുവാണ് ഇലാഹ് എന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ശരീരങ്ങള് സ്വീകരിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. മരിച്ചതിന് ശേഷം ഇതേ ശരീരങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയിൽ തന്നെയാണ് അല്ലെ. അത് മറവ് ചെയ്യപ്പെട്ടു ഭൂമിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയി ഇന്റഗ്രേറ്റ് ആയി ആ മണ്ണ് കുഴഞ്ഞ് വേറെ സ്ഥലത്ത് ചെന്ന് ഒരു പീസ് ഇവിടെ ഒരു പീസ് അവിടെ ഒക്കെ സംഭവിക്കാം. പക്ഷെ അള്ളാഹു യൗമുൽ ഖിയാമയിൽ ആ കാഹളത്തിൽ ഊതുമ്പോ എല്ലാവരും ഇപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വിളിച്ചപ്പോ എങ്ങനെ ആ പക്ഷികൾ വന്നോ അതേപോലെ അല്ലെ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളത്. അവരുടെ ശരീരം അല്ലെ, മനസ്സ് ജീവിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടം അത്രയേ ഉള്ളൂ. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാം പക്ഷികളെ ട്രെയിൻ ചെയ്യിച്ചത് കൊണ്ട് ആ പക്ഷികൾ മരിച്ച് 4 ഭാഗത്തായിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാം വിളിച്ചപ്പോൾ അവ തിരിച്ചു വന്നു അല്ലെ. അതേപോലെ നമ്മുടെ ശരീരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെതാക്കി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞ് 4 ഭാഗത്തും ആയി ചെതറി എല്ലാ സ്ഥലങ്ങളിലും കഷ്ണം കഷ്ണം എത്തിക്കഴിഞ്ഞാലും അള്ളാഹു അന്ന് വിളിക്കുമ്പോൾ നമ്മളെല്ലാരും ഓടിച്ചെല്ലും അള്ളാഹുവിലേക്ക്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളെ അള്ളാഹു നമ്മുടെ ശരീരത്തിനെ അള്ളാഹുലേക്ക് കമ്മിറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. മനസ്സുകളെ, ഹൃദയങ്ങളെ നമ്മൾ കമ്മിറ്റ് ചെയ്താൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഇന്ന് നമ്മൾ ഓടും അള്ളാഹുലേക്ക്. സൂറ യാസീനിലെ 51-ാമത്തെ ആയത്തില് വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിലേക്ക് കുതിച്ചു ചെല്ലും, ഓടിച്ചെല്ലും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാരും, അതായത് നമ്മളുടെ ഒരു പെറ്റിനെ നമ്മൾ വിളിച്ചാൽ പെറ്റ് എങ്ങനെ ഓടി വരുന്നു, നമ്മളുടെ കുട്ടീനെ നമ്മൾ വിളിച്ചാൽ കുട്ടി എങ്ങനെ ഓടി വരുന്നു, അതുപോലെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ് അല്ലെ. അള്ളാഹു വിളിച്ചാല് നമ്മൾ അപ്പം ഓടിച്ചെല്ലും യൗമുൽ ഖിയാമയിലേക്ക്. യൗമുൽ ഖിയാമയില് അപ്പം അള്ളാഹ് പറയുന്നു വഅലം, നീ അറിയുക, അന്നല്ലാഹ അസീസുൻ ഹക്കീം, നിശ്ചയമായും അള്ളാഹു എന്നാണ് അസീസാണ്, പ്രതാപശാലിയാണ്, ഹക്കീമാണ്, വൈസാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അസീസാണ്. അള്ളാഹ്ക്ക് എന്തും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട് അല്ലെ, പവർ ഉണ്ട്, ശേഷിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹക്കീമാണ് അള്ളാഹു. അങ്ങേയറ്റം അറിവുള്ളവൻ, അഗാധമായ ജ്ഞാനമുള്ളവനാണ്. ജ്ഞാനം മാത്രമല്ല, അള്ളാഹുവിന് ഹുക്കുമുണ്ട് അല്ലെ. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള പവറും കൂടെ അള്ളാഹ്ക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അത് നടപ്പാക്കും. നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇനി എങ്ങനെ ഓടിക്കഴിഞ്ഞിട്ടും കാര്യമില്ല അല്ലെ. അത് അങ്ങനെയല്ല എന്ന് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അള്ളാഹ് തീരുമാനിച്ചാൽ അള്ളാഹ് നടപ്പാക്കും. സൂറത്തുൽ ബഖറയില് നമ്മൾ കുറെ ഇൻസിഡൻസ് ഇതുപോലെ മരിച്ചവരെ ജീവിപ്പിച്ച ഇൻസിഡൻസ് നമ്മൾ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്. പശുവിന്റെ കാര്യത്തില്, പശുവിന് ആ ഒരു ബഖറയുടെ അറക്കാൻ പറഞ്ഞ ആ ഒരു സാഹചര്യത്തില് നമ്മൾ ഒന്ന് കണ്ടു. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ വീട് വിട്ടിറങ്ങി, ഭയം കാരണം വീട് വിട്ടിറങ്ങിയിട്ട് അവര് മരിച്ചിട്ട് അള്ളാഹു വീണ്ടും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കാര്യം നമ്മൾ കണ്ടു. പിന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സമയത്ത് അല്ലെ, അവരെ ഇടിവെട്ടിയിട്ട് അവരെല്ലാരും മരിച്ചു വീണിട്ട് അവർ ഉയർത്തെഴുന്നേറ്റത് നമ്മൾ കണ്ടു. ഈ ഒരു ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കണ്ടു. ഇവിടെ ഇപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ പക്ഷികളുടെ നമ്മൾ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹു അൽ അസീസ് ആണ്. ഫുൾ കപ്പാസിറ്റി, കംപ്ലീറ്റ് പവർ അള്ളാഹ് ഉണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അല്ലെ. നമുക്ക് ഒരു ഡൗട്ടും ഉണ്ടാവേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. കാരണം ശരിക്കും മരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ആളുകളുടെ ബോഡിയുടെ പാർട്സ് പല 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 ഭാഗത്താക്കിയിട്ട് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക പഴയ അവസ്ഥയിൽ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത്രയും വലിയൊരു കാര്യം അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ബാക്കി എല്ലാം പോസിബിൾ ആണ് അല്ലെ. എന്തും പോസിബിൾ ആണ് അള്ളാഹ്ക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു നിസ്സാരമായ പ്രശ്നം അള്ളാഹ്ക്ക് അത് നിസ്സാരമാണ് അല്ലെ. അള്ളാഹിന്റെ വലിപ്പം നമ്മൾ ആയത്തുൽ കുർസിയിൽ കണ്ടതാണ്. ആ റബ്ബിന് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനിസ്സാരമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാലോ നമുക്കിത് ഭീകരമായതുകൊണ്ട് തന്നെ അള്ളാഹ് അല്ലാത്ത എല്ലാ ചെറു കീടങ്ങളെടുത്തും നമ്മൾ ചെന്നിട്ട് പറയൂ അതിലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ അടുത്ത് പറയൂല. അപ്പം അള്ളാഹ്ക്ക് ഈ ഒരു കാര്യം അല്ലെ,
ഈ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്ന സംഭവം അള്ളാഹ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് പറ്റാത്തത് ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അത്രയും പവർഫുൾ ആയ, അസീസായ, ഹക്കീമായ റബ്ബ് നമ്മളെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. പക്ഷേ സംശയം ഉണ്ടാവാമോ? ഉണ്ടാവാം അല്ലെ? ചോദ്യങ്ങൾ ഉണ്ടാവാമോ? ഉണ്ടാവാം. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചോദ്യം ഉണ്ടാവുന്നതിന്റെ പേരിൽ നമ്മൾ സംശയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുഫറിലായി പോകാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ വിശ്വസിക്കുക, പക്ഷെ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ? നമ്മൾ വിശ്വസിക്കുക, സ്വീകരിക്കുക, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, പക്ഷെ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് റബ്ബിന്റെ അടുത്ത് ചോദിക്കാം. ഇനി ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ അള്ളാഹ് ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വളരെ ചുരുക്കം ചില ആൾക്കാർക്കല്ലേ കാണിച്ചു കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അവർക്ക് തെളിവ് ഇപ്പം ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ വ്യക്തിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആക്കി കൊടുത്തു. ഇബ്രാഹിം അലൈഹി സ്വലാമിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആക്കി കൊടുത്തു. അപ്പൊ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വേണമെങ്കിലോ അല്ലെ, നമുക്ക് കൺവിൻസ്ഡ് ആവണമെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതുവരെ വേണമെങ്കിലും സത്യം നമുക്ക് കാണണമെങ്കിലും അള്ളാഹ് നമുക്ക് കാണിച്ചു തരുമോ അല്ലെ? കാരണം ബനു ഇസ്രായേലിന്റെ കാര്യത്തില് നമ്മൾ കണ്ടിരുന്ന ഹത്താ നറല്ലാഹ ജഹ്റ, മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞത് അല്ലെ, അള്ളാഹ് നിന്നെ കണ്ടു, നിന്റെ അടുത്ത് സംസാരിച്ചു, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അപ്പൊ അതുപോലുള്ള ഡിമാൻഡുകൾ നമുക്ക് വെക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ശരിക്കും അള്ളാഹിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. അതായത് നമുക്ക് അങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം അവിടെ അള്ളാഹു അതിന് തെളിവ് കാണിച്ചു തരേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈമാൻ അല്ലെ? അള്ളാഹ് എനിക്കൊന്നും കൂടി ക്ലാരിറ്റി വേണം, എനിക്ക് വിശ്വാസത്തിന് യാതൊരു കുറവുമില്ല, നമുക്ക് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കാം. കാരണം അള്ളാഹു ഭൂമിയിൽ അത്രയും തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ തെളിവുകളാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം തന്നെ പറയുമ്പോൾ നമുക്ക് ഇപ്പം എനിക്കൊന്ന് നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു സീസണാണ് ഓട്ടം സീസൺ അല്ലെ? ശിശിരകാലം എന്ന് പറയുന്നത്. ശിശിരം തന്നെയല്ലേ പറയാ? അതായത് ഇലകളൊക്കെ ഇല പൊഴിയുന്ന ആ ഒരു സീസൺ. ഈ വെസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പല കളറിലുള്ള ഇലകൾ, റെഡ് കളറിലും യെല്ലോ കളറിലും ഒക്കെ ആയിട്ട് അത് അങ്ങനെ 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 ഫുൾ കൊഴിഞ്ഞു പോകും മരങ്ങളിൽ നിന്ന്. ഇവിടെയും ചില മരങ്ങൾ അങ്ങനെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു സീസൺ ആവുമ്പം ഫുൾ അങ്ങോട്ട് കൊഴിഞ്ഞ് വെറും ബ്രാഞ്ചസ് മാത്രമായിട്ട് അവിടെ അതിൽ മഞ്ഞൊക്കെ മൂടിയിട്ട് നമ്മൾ വിചാരിക്കും പഠിച്ചോനെ ഈ മരം എങ്ങനെയാണല്ലേ, എങ്ങനെയാണ് അതിനകത്ത് ഒരൊറ്റ ഇല പോലും ഉണ്ടാവില്ല, ഫുൾ ഉണങ്ങിയ പോലെ ആയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഒക്കെ വരുമ്പോഴേക്ക് അതിനകത്തേക്ക് വീണ്ടും ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ? അതുപോലെ എത്രയോ 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 ഉദാഹരണങ്ങൾ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പല പല ഭൂമികളും ചില വേനലൊക്കെ ആകുമ്പോൾ ഫുൾ വറ്റി വരണ്ട് ഇങ്ങനെ വിള്ളലൊക്കെ വന്നു പോയിട്ടുള്ള ഭൂമിയിൽ, എന്നാൽ സീസൺ മാറിക്കഴിയുമ്പോൾ അവിടെ പുതിയ കൃഷി ഇറക്കുന്നതും ആ കൃഷിയിൽ പുതിയ സംഭവങ്ങളും പുതിയ ചെടികളും കായ്കളും ഫലങ്ങളും ഒക്കെ വരുന്നതും ഒക്കെ കാണാം. ശരിക്കും ഈമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഇതുപോലെ ഇഷ്ടം പോലെ തെളിവുകൾ നമ്മുടെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് കാണിച്ചു തരും. നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എന്റെ ലൈഫിൽ നിന്നുള്ള ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ മുമ്പ് അഖീദ ക്ലാസ്സിൽ തന്നെ ജിന്നുകളുടെ കാര്യം എടുത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം. അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മൾ അതിൽ വിശ്വസിക്കുന്നു, തെളിവുകളുണ്ട്, നമ്മൾ അതിനകത്ത് വിശ്വസിച്ചു. പക്ഷെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ശരിക്കും അള്ളാഹിന്റെ അടുത്ത് ചോദിക്കാന്നല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അന്ന് കിട്ടിയ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചപ്പം ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ റബ്ബിന്റെ അടുത്ത് മാത്രം ചോദിച്ച സമയത്ത് ഒരു 1-2 രാത്രികൾ കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരങ്ങൾ അൽഹംദുലില്ലാഹ് കിട്ടുകയും ചെയ്തു. പല പുസ്തകങ്ങളിലൂടെയും പല ക്ലാസ്സുകളിലൂടെയും എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അൽഹംദുലില്ലാഹ് കിട്ടി. അൽഹംദുലില്ലാഹ് പലരുടെയും, അതായത് ഈമാനോട് കൂടി അതിന് എന്താണ് ജെന്യുവൻ ആയിട്ട് അതിന് ഉത്തരം വേണമെന്ന് ആഗ്രഹിച്ച പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും അവർക്ക് വിശ്വസിക്കാനും അതിലൂടെ പറ്റി. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മളെ കയ്യിലില്ല അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ വഴിയിലേക്ക് നടത്തി തരും. അപ്പം എനിക്ക് ശരിക്കും എന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇത്രയും സംശയങ്ങളുടെ ഉത്തരങ്ങൾ തേടിയാൽ കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് നമുക്കുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈമാനോട് കൂടി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഭൂമിയിലുണ്ട്. എല്ലാത്തിനുള്ള തെളിവുകൾ
ഭൂമിയിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അത് പല സ്ഥലങ്ങളിലായിട്ട് പല രീതികളിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈമാൻ വേണം, യഖീൻ വേണം, നമ്മൾക്ക് ക്ലാരിറ്റി വേണമെന്ന് റബ്ബിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് അത് എത്തിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളുടെ മനസ്സിൽ എന്ത് അതുപോലെയുള്ള സംശയം ക്ലാരിറ്റി വേണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞ പോലെ ബലാ, ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ഒരു സംശയമില്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് ഒന്നും കൂടെ അല്ലെ എന്റെ ഹൃദയം ഒന്ന് റെസ്റ്റിലാവാൻ വേണ്ടിയിട്ട്, എന്താ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, കൂടുതൽ അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് റബ്ബെ നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഒരു പക്ഷെ നമ്മളുടെ ഈ ഖുർആൻ സിറ്റിങ്സ് പോലും അല്ലെ, ഈ നമ്മള് ഈ ഖുർആനിലെ ഓരോ ആയത്തുകളും ഇതുപോലെ വിശദീകരിക്കുന്നത് അൽഹംദുലില്ലാ അള്ളാഹു ഒരു പക്ഷെ നമ്മളിലേക്ക് എത്തിച്ചത് അൽഹംദുലില്ലാ നമുക്ക് ഇതിനകത്ത് ഇതൊന്നും നമ്മൾ ഈ ഖുർആനിൽ ഒന്നും പുതിയതായിട്ട് കേൾക്കുന്നില്ല അല്ലെ, നമ്മളൊക്കെ കേട്ടത് തന്നെയാണ് വീണ്ടും കേൾക്കുന്നത്. അൽഹംദുലില്ലാ ആ ഈമാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നാനും നമ്മൾ ഇതിനെയൊന്നും ചോദ്യം ചെയ്ത് നിഷേധിക്കുന്ന ആളുകളല്ല. അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അല്ലെ. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊന്നും കൂടെ അല്ലെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ലിയത്മഇന്ന ഖൽബി അല്ലെ, ഖൽബൊന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തരുന്ന ഉത്തരങ്ങളായിരിക്കും ഇതെല്ലാം അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശരിക്കും ഓരോ ആയത്തിന്റെ വിശദീകരണങ്ങൾ കിട്ടുമ്പോഴും എത്രത്തോളമാണ് നമ്മുടെ കൽബുകൾക്ക് ആ ഒരു നീ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് കിട്ടുന്നത് അല്ലെ. ഓരോ ആയത്തിന്റെ വിശദീകരണം കേൾക്കുമ്പോഴും സുബ്ഹാനല്ലാഹ്, എന്താ ഇതിന്റെയൊക്കെ അടിസ്ഥാനം? ഈമാൻ അല്ലെ. അൽഹംദുലില്ലാ. അപ്പം അള്ളാന്റെ അടുത്ത് ചോദിക്കാം, യാ അള്ളാഹ് എനിക്കിത് മനസ്സിലാവുന്നില്ല, നീ അതിനൊന്ന് മനസ്സിലാക്കിത്ത, എനിക്ക് വിശ്വാസത്തിൽ ഒരു കുറവുമില്ല, ബലാ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് യഖീനുണ്ട്, പക്ഷെ നീ എന്നൊന്ന് മനസ്സിലാക്കിത്ത, എന്റെ ഹൃദയത്തിന് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും റബ്ബ് ഉത്തരങ്ങൾ തരും. സുബ്ഹാനല്ലാഹ്. എനിക്ക് എന്റെ ജീവിതം കൊണ്ട് പറയാൻ പറ്റും, എന്തായാലും റബ്ബ് നമുക്ക് നല്ല ക്ലാരിറ്റി തരും, എന്ത് കാര്യത്തിനും നല്ല ക്ലാരിറ്റി റബ്ബ് തരും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പം അത് അനുഭവിച്ചറിയാന്ന് പറയുന്നത് വല്ലാത്തൊരു സുഖം തന്നെയാ അല്ലെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു, എന്ത്? അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ. ഓ അല്ലാഹ്, നീ എനിക്ക് സത്യം സത്യമായിട്ട് ഹഖ് ഹഖായിട്ട് കാണിച്ചതാ, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യാനുള്ള അല്ലെ, അതിനെ ഇത്തിബാ ചെയ്യാനുള്ള കഴിവ് നീ താ. സുബ്ഹാനല്ലാഹ്. ഫോളോ ചെയ്യാനുള്ള കഴിവ് നീ താ. അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. ഫാൾസ്ഹുഡ്, അതായത് ബാത്തിലായിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ തെറ്റായിട്ട് നീ ഞങ്ങൾക്ക് കാണിച്ചതാ, എന്നിട്ട് അതിനെ ഒഴിവാക്കാനുള്ള, അതിൽ നിന്ന് മാറി നടക്കാനുള്ള കഴിവ് നീ ഞങ്ങൾക്ക് താ. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിന് ശേഷം ചോദിച്ചപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് ഹക്കുകൾ എത്തിക്കേണ്ട സമയത്ത് റബ്ബ് എത്തിക്കുകയും ചെയ്യും, അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി റബ്ബ് എളുപ്പം തരികയും ചെയ്യും. എന്നാൽ തെറ്റ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം പല തെറ്റുകളും വരുന്നുണ്ടാവും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്. പക്ഷെ അതിനെ തിരുത്തേണ്ട സമയത്ത് റബ്ബ് തിരുത്തി തരുകയും ചെയ്യും, നമ്മൾ അതിൽ നിന്ന് മാറി നടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതിന് നമുക്ക് എന്താ വേണ്ടത്? ഈമാൻ വേണം. നമ്മളിലേക്ക് അള്ളാഹു എത്തിക്കുന്ന അറിവുകൾ നമ്മൾ അതിനെ സ്വീകരിക്കണം, നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കേട്ടിട്ട് അതിന്റെ പാട്ടിനെ വിട്ട് ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു മെല്ലെ 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 മൂടി 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 അല്ലെ, നമ്മൾ കുഫറിൽ പെടുന്ന ആൾക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേക്ക് ഒരു അറിവ് എത്തിച്ചിട്ട് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അഹങ്കാരികളല്ലേ, കാഫിറുകളിൽ പെടണം. അത് നിഷേധിക്കുകയാണ് നമ്മൾ. അള്ളാഹ് അവിടുന്ന് പറഞ്ഞോട്ടെ ഇത് എനിക്കുള്ളതല്ല, അള്ളാഹ് അവിടുന്ന് പറഞ്ഞോട്ടെ ഇത് എനിക്കുള്ളതല്ല. അങ്ങനെ നമ്മൾ വരുമ്പോൾ നമുക്ക് സൂറത്തുൽ ബഖറയിലെ കാഫിറുകളെ പറയുന്ന ആയത്തുണ്ടല്ലേ, 6ഉം 7ഉം, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ അല്ലെ. അള്ളാഹു ഒരു മൂടിയിട്ട് കളയും. നമ്മളെ മുമ്പിൽ എത്ര ഇൽമുണ്ടെങ്കിലും എത്ര വലിയ ഹിദായത്ത് ഉണ്ടെങ്കിലും അള്ളാഹു അതിനകത്ത് നമ്മളെ ഹൃദയവും കണ്ണും കാതും ഒക്കെ മെല്ലെ 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 മൂടി മൂടി മൊത്തമായിട്ട് അങ്ങ് മൂടിക്കളയും. ചിലപ്പോൾ നമുക്ക് തോന്നുമോ നമ്മൾ ഭയങ്കര ഇൽമിന്റെ നടുവിലാ നിൽക്കുന്നതെന്ന്, പക്ഷെ അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറൂല. കേൾവി നമുക്ക് പ്രയോജനപ്പെടൂല, കാഴ്ച നമുക്ക് പ്രയോജനപ്പെടൂല, ഹൃദയം നമുക്ക് പ്രയോജനപ്പെടൂല. അപ്പം അള്ളാഹു എത്തിക്കുന്ന ഇൽമ അതിനെ സ്വീകരിക്കുക, പ്രാവർത്തികമാക്കാൻ വേണ്ടി. പ്രാവർത്തികമാക്കാന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ഒരു ഭാരമായി പോകരുത് നിങ്ങൾക്ക്. അള്ളാഹ് ഇന്നലെ കേട്ടത് ഇന്ന് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലല്ലോ, നമുക്ക് പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക, അത് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക, ദുആ ചെയ്യുക, ശ്രമിക്കുക, ദുആ ചെയ്യുക, വീണ് പോകുമ്പോൾ തൗബ ചെയ്ത് മടങ്ങുക. റബ്ബ് നമ്മൾക്ക് അതിനുള്ള പാകമാകുമ്പോൾ റബ്ബ് അത് ഈസി ആക്കി തരും നമുക്ക് ആ കാര്യം. നമ്മുടെ ശ്രമമാണ് അതിന്റെ മെയിൻ, നമ്മുടെ ഹൃദയം കൊണ്ടുള്ള സ്വീകരിക്കലാണ് അതിന്റെ മെയിൻ.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ബേജാറായി എല്ലാ കാര്യങ്ങളും സംശയങ്ങളും ഇന്ന് തന്നെ ക്ലിയർ ആക്കുന്ന വിചാരിച്ച് ഓടി നടന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയല്ല വേണ്ടത് അല്ലെ. നമ്മൾക്ക് അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. ഒരേ ഒരു പേസിൽ അത് അങ്ങനെ നേടുന്ന അറിവുകൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട, അതായത് സംശയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് വിശ്വാസത്തിനെ ബാധിക്കുന്ന രീതിയിലാവരുത്. വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ റബ്ബിന്റെ ചോദിക്കുന്നവർക്ക് റബ്ബ് ഉത്തരം നൽകുക തന്നെ ചെയ്യും. യഖീൻ കൂടും. നമുക്ക് കൂടുതൽ ആ ഒരു കാര്യത്തിൽ റബ്ബിന്റെ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് യഖീൻ കൂടും അല്ലെ. സുബ്ഹാനല്ലാഹ്. യഖീൻ കൂടുമ്പം അത് നമ്മുടെ വിശ്വാസം കൂടുമ്പം നമ്മളുടെ അമലുകളെ അത് നല്ല രീതിയിൽ സ്വാധീനിക്കും അല്ലെ. നമുക്ക് വിശ്വാസം നല്ല സ്ട്രോങ്ങർ ആകുമ്പം അമലുകൾ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം അല്ലെ. ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വിശ്വാസം വിശ്വസിച്ചു ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കുറെ അമല് ചെയ്ത് കൂട്ടുമ്പോൾ അമലുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അമലുകളുടെ ഭംഗി കൂടാനുള്ള ചാൻസ് കുറവാണ്. അപ്പം യഖീൻ കൂടാൻ വേണ്ടിയിട്ട്, വിശ്വാസം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം സുബ്ഹാനല്ലാഹ് നമ്മളുടെ അമലുകൾ ഭംഗി കൂടും അല്ലെ. അപ്പം ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ആയത്തുൽ കുർസിയിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉൽ സിഫാത്തിലൊക്കെ പറഞ്ഞതുപോലെ പല ലെവലുകളുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. നമുക്കൊക്കെ പണ്ടേ തോന്നിയിട്ടുണ്ടാവും ഞാൻ ഭയങ്കര അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം ഈ ഇന്നല്ലദീന ആമനു ഓരോ ലെവൽ കൂടുമ്പോഴും അല്ലെ, വിശ്വാസം ഓരോ ലെവലുകൾ കൂടുമ്പോൾ യഖീൻ അടുത്തടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ അമൽ സ്വാലിഹാത്തിന്റെ ക്വാളിറ്റിയും ഭംഗിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ റിസൾട്ടായ ജന്നാത്തിലെ സ്ഥാനങ്ങളും റാങ്കുകളും ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ, ഇതെന്നെ ധാരാളമാണോ, ആ ടീച്ചർ പറയുന്നത് എന്തോ പുതിയ എന്തോ കാര്യം, അതൊക്കെ പണ്ടേ കേട്ടതല്ലേ എന്നുള്ള ആ ചിന്ത മനസ്സിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കളയുക. എല്ലാത്തിനും ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ട്. നമ്മൾ എത്ര കേട്ട ക്ലാസ് ആണെങ്കിലും നമ്മൾ പുതിയതായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ മാത്രം സെർച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിൽ പുതിയതൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത്. അതിനകത്തുള്ള ചിന്തകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും അതിൽ നിന്ന് നമുക്ക് പുതിയത് എന്തെങ്കിലും എടുക്കാനുണ്ടാവും, എന്തെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുണ്ടാവും. അതിന്റെ അർത്ഥം നിങ്ങൾ ദിവസത്തിൽ 24 മണിക്കൂറും കുറേ ക്ലാസ് കേൾക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രം എടുക്കുക. പക്ഷേ മനസ്സിലാക്കുക, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് ലെവലുകളുണ്ട്. അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സുഖവും സമാധാനവും സന്തോഷവും ഈ ലോകത്തും ഉണ്ടാവും. അതിനനുസരിച്ചുള്ള ദർജകൾ പരലോകത്തും ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം നമ്മൾ അള്ളാഹിന്റെ അടുത്ത് യഖീനിന് വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഹക്കിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകൾ തുറക്കുക, കാണുക, ചിന്തിക്കുക, തദബ്ബുർ ചെയ്തുകൊണ്ടേയിരിക്കുക, ചുറ്റുപാടും നോക്കുക. നമുക്ക് വേണ്ടതിന്റെയൊക്കെ തെളിവുകൾ പലപ്പോഴും ഇല്ലേ, നമ്മുടെ പല ചോദ്യങ്ങൾക്കും നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കിങ്ങനെ പെട്ടെന്ന് എവിടുന്ന് ഒരു അത്ഭുതം പോലെ നമ്മളുടെ ഒരു ചിന്തയിൽ നിന്ന് അതിനുള്ള ഉത്തരം കിട്ടാറുണ്ട് അല്ലെ. നിങ്ങൾക്ക് പക്ഷെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നമ്മൾ തദബ്ബുർ ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പം അള്ളാഹുവില് ശരണം തേടുക. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് ഖുർആനിലെ ഏത് ആയത്താണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്? ഓക്കെ, നീ ഓതുമ്പം ഏത് ആയത്താണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്? അപ്പം ഉമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മള് ഖുൽ യാ ഇബാദി അല്ലദീ അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ അല്ലെ. അത് സ്വാഭാവികമായിട്ടും ആ ഒരു ആയത്ത് ഓതുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷ, അള്ളാഹുന്റെ റഹ്മത്തിൽ നിങ്ങൾക്ക് നിരാശ വേണ്ട എന്നുള്ള ആ ഒരു കാര്യം, അള്ളാഹുന്റെ കാരണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട എന്നുള്ള ആ ഒരു ആയത്ത് കേൾക്കുമ്പോൾ ഒരുപാട് എനിക്ക് പ്രതീക്ഷയാണ് എന്ന് പറയും. അപ്പം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയും, എനിക്ക് ഈ ഒരു ആയത്ത് വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത പറഞ്ഞ ഈ ഒരു ആയത്തുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഈ ആയത്താണ് എനിക്ക് ഏറ്റവും പ്രതീക്ഷ വരുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളെല്ലാവരും അല്ലെ, ശൈത്താന്റെ അറ്റാക്കുകൾ നമുക്കൊക്കെ കിട്ടാറുണ്ട്. പലതരത്തിലുള്ള വസ്വസുകൾ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ, പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മള് ഹൃദയത്തിലിട്ട് വരും. നമ്മുടെ ഈമാനിനെ മൊത്തത്തിൽ ഷെയ്ക്കിയാക്കുന്ന അല്ലെ, നമ്മൾ നല്ല പീക്ക് ഈമാനിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ ഒരിത്തിരി അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ ആ ചാൻസിൽ മൂപ്പര് പലതും കൊണ്ടെന്ന് നമ്മളുടെ ഈമാന്റെ പാത്രത്തിൽ ഇട്ട് വസ്വസുകൾ പലതും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്ത് ഓതുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമും
ചോദിച്ചിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും വിശ്വാസം ഉണ്ടെങ്കിലും അത് എന്തുകൊണ്ടെന്നുള്ള എക്സ്പ്ലനേഷൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എനിക്കും പറ്റും എന്നുള്ള ആ ഒരു പ്രതീക്ഷ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് എന്താ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ എടുത്തു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. പക്ഷേ അങ്ങനെയുള്ള സംശയങ്ങളും അത്ഭുതങ്ങളും ക്യൂരിയോസിറ്റിയും ഒന്നും നമ്മളെ കുഫറിലേക്കും നിഷേധത്തിലേക്കും നയിക്കരുത്. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞതുപോലെ അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും വിശ്വാസം എനിക്ക് ഉറപ്പ് തന്നെയാണ്, ഒരു സംശയവും ഇല്ല. പക്ഷെ ഞാൻ റബ്ബിന്റെ അടുത്ത് ചോദിക്കാണ്, റബ്ബെ നീ എനിക്കൊരു തിരിയും കൂടെ ക്ലാരിറ്റി താരും, നീ എനിക്കൊരു തിരിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് താരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അത് തരും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾക്കൊക്കെ ചിലപ്പോൾ തോന്നും വഹി കഴിഞ്ഞില്ലേ, നബിമാരില്ലല്ലോ, എങ്ങനെയാണ്? അള്ളാഹുവിന്റെ പ്രോമിസ് ആണ്. എന്താണ്? റഹ്മാൻ അല്ലമൽ ഖുർആൻ അല്ലേ, അവനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ആയത്ത് ദീന്റെ അവസാനം നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. അത് ആര് തഖ്വ കാണിച്ചോ അവനെ റബ്ബ് പഠിപ്പിക്കുന്നു. അത് തഖ്വ എന്ന് പറയുന്നത് എന്താ? റബ്ബ് പഠിപ്പിച്ചതിലെ എല്ലാം അള്ളാഹുവിന് വെറുപ്പുള്ളതിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിന് തൃപ്തിയുള്ളത് ചെയ്യാന്നുള്ളത്. അത് അള്ളാഹു എന്ത് നമ്മളെ പഠിപ്പിച്ചോ അതൊക്കെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അള്ളാഹു നമ്മളെ കൂടുതൽ പഠിപ്പിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തക്കവയില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികം ആക്കാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ താവൂത്തുകളെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അതിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അടുത്ത് എപ്പോഴും ദുആ ചെയ്യാം. ഇതുപോലെയുള്ള പല ഷറുകളിലും പെട്ടുപോകുന്നതിന് തൊട്ട് ഇബ്ലീസിന്റെ ഷറുകളിൽ നിന്നും വസ്വസകളിൽ നിന്നും അള്ളാഹുവിന്റെ അടുത്ത് സംശയങ്ങൾ എന്ത് വരുമ്പോഴും റബ്ബിലേക്ക് തന്നെ മടങ്ങുക, റബ്ബിനോട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള യഖീനുള്ള ഈമാനുള്ള ഒരു ഖൗമില് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിദായത്ത്, ഈമാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിദായത്ത് കിട്ടുന്ന ഒരു ഖൗമില് നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ മക്കളെയും വരുന്ന തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.